الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سفي الله الصلاة والسلام عليك يا خير خلق الله അനുഗ്രഹീതമായ വേദിയിൽ സംഹിതരായ ആദരണീയരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഒരുമിച്ചത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാകുന്ന വണ്ണം അല്ലാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മെ ബന്ധപ്പെട്ട് വസിയത്ത് നൽകിയവർ, അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് മക്കയും മദീനയും കാണാനും അവിടെ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ നടത്തി വരുന്ന റാത്തീബിൻ്റെ അതുപോലെ ആണ്ട് നേർച്ചയുടെ ഒക്കെ മനോഹരമായ അല്ലെങ്കിൽ മഹോന്നമായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാരഥന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മാരക രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമുക്ക് ഒരു വലിയ ചരിത്രം, അഫ്സോസിൻ്റെ രോമാഞ്ചം എന്നതാണ് അതിനെ ഉസ്താദ് ഇവിടെ തിരഞ്ഞെടുത്ത കഥ. അങ്ങനെ ഒരു നടത്തുന്ന അതിനായ കസിം കാക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് മനുഷ്യൻ പഠിക്കാനുണ്ട്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ചരിത്രങ്ങളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു നൽകിയത്. കഥകളിൽ നിന്ന് മനുഷ്യൻ നല്ലത് പഠിക്കാൻ വേണ്ടിയാണ്. ഇവിടെ അഫ്സോസിൻ്റെ രോമാഞ്ചം എന്നൊരു കഥ പഴയ കാലത്ത് ഒരു പെണ്ണിൻ്റെ ചരിത്രമാണ്. എന്തിനാണ് വർത്തമാന കാലഘട്ടത്തിൽ ആ പെണ്ണിൻ്റെ കഥ നമ്മൾ പുനർവിചിന്തനം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ആധുനിക കാലത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരു വലിയ മുഖപുര പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. പരിമിതമായ ചില സമയങ്ങളിൽ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്കൊരു മനോഹരമായ വിശാലമായ ചരിത്രത്തെ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സാധാരണ
ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാകാറുണ്ട്. ലൈറ്റാകുമ്പോൾ പോലീസ് വരുമ്പോൾ നിർത്തിയിട്ട് പോകാൻ. ഇവിടെ അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കഥ എന്തായാലും ഫുള്ളായി തീർക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് അസ്സൂസിൻ്റെ രോമാഞ്ചം എന്ന് പറയുന്ന ഈ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഈ കഥ അതെ അഹദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടി വീടുത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമൂരൈത്ത് കഥകൾ പറയട്ടെ അനുചരിൽ അഹ്ലുബൈത്തിൽ. അഹദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടി വീടുത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമൂനാട്ടിൽ അഹദോന്റെ വിധി പോലെ ഭരിക്കുന്നുണ്ട് രാജൻ അബ്ദുള്ള. അവർ തന്നിൽ ഗുണവും ഉണ്ട്. അഹദോന്റെ തിരുനാമം മൊളിന്തും കൊണ്ടി വീടുത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമൂരൈത്ത് കഥകൾ പറയട്ടെ അനുചരിൽ അഹ്ലുബൈത്തിൽ. അതെ, അഫ്സൂസിൻ്റെ രോമാഞ്ചം എന്ന കഥ പറയുമ്പോൾ ഈ കഥ ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാർക്കാണ്, പെണ്ണുങ്ങൾക്കാണ്. ഈ കഥ കേൾക്കേണ്ടത് പെണ്ണുങ്ങളാണ്, പിന്നെ കേൾക്കേണ്ടത് ആണുങ്ങളാണ്. അവ രണ്ടു കൂട്ടരും കേൾക്കണമെന്നായി പറഞ്ഞത്. പക്ഷെ ആദ്യം പെണ്ണുങ്ങൾക്ക് സമർപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ഈ കാലത്തെ, ഈ ആധുനിക കാലത്തെ പെണ്ണുങ്ങളുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ആദ്യം പറയാം. ഞാൻ ഈ പറയുന്നതൊന്നും ഈ പ്രദേശത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ല. കാരണം വന്ന വഴി കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് തിരിച്ചുകൊണ്ടും തിരിയായിട്ടുണ്ടും ഞാനീ പറയുന്നൊന്നും ഈ നാട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ചല്ല. ഞാൻ പോണവരെയല്ല. അപ്പം ഞാനിത് പറയാൻ കാരണം ഈ ആധുനിക ലോകത്തെ പെണ്ണുങ്ങളുടെ വഴിവിട്ട പോക്ക് ഒരുപാട് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ, കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പെൺകുട്ടികൾ, ജനിച്ചു വീണ സമുദായത്തെ കരിവാരി തേച്ച് വൃത്തികേടാക്കുന്ന ഒരു പറ്റം പെണ്ണുങ്ങൾ. അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതത്തിന് നടുവിലാണ് ആധുനിക ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയ കാലഘട്ടത്തിൽ ഒരു പെണ്ണിൻ്റെ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് വരച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നെങ്കിലും കേൾക്കുന്ന പെണ്ണുങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് രാജാക്കന്മാർ ഭരണം നടത്തി. അപ്പോൾ അറേബ്യയുടെ ഒരു ഭാഗത്തിൻ്റെ പേര് അഫ്സൂസ് എന്നാണ് എന്ന് ചരിത്രം പറയുന്നത്. അഫ്സൂസ് തർഷൂസ് എന്നാണ് ആ നാടിൻ്റെ പൂർണ്ണമായ പേര് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അഫ്സൂസ് എന്ന നാടിൻ്റെ ഭരണാധികാരിയാണ് അബ്ദുള്ള എന്ന പേരുള്ള നല്ലവനായ ഒരു രാജാവ്. പ്രജാതൽപരനായ, ജനങ്ങളേറെ ഇഷ്ടമുള്ള മഹാനായ ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന് കേവലം 20 വയസ്സിനോടടുത്ത് പ്രായമുള്ള അതിസുന്ദരിയായ ഒരു പെണ്ണുണ്ട് ഭാര്യയായിട്ട്. ആ പെണ്ണിന്റെ പേരാണ് ചരിത്രം പറയുന്നത് ആസുറ അല്ലെങ്കിൽ അസൂറ എന്ന് പറയുന്നത്. മധുരത്തിൻ മലർവാടി തുറക്കുവാനവർക്കൊപ്പം മണവാട്ടിയ ആസുറ ബീബിയുമുണ്ട്. തരമിൽ ഒരുമിത്ത് അവർ സ്വർഗം പണിയുന്നുണ്ട്. മധുരത്തിൻ മലർവാടി തുറക്കുവാനവർക്കൊപ്പം മണവാട്ടിയ ആസുറ ബീബിയുമുണ്ട്. തരമിൽ ഒരുമിത്ത് അവർ സ്വർഗം പണിയുന്നുണ്ട്. അബ്ദുള്ള രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ബീബി ആസുറ എന്ന് പറയുന്ന പെണ്ണ്. സ്വാത്വികയാണ് എന്ന് പറഞ്ഞാൽ പുറം ലോകം അവളെ കണ്ടിട്ടില്ല. വിവാഹബന്ധം ഹലാലാകുന്ന ഒരു മനുഷ്യനും അവളെ കണ്ടിട്ടില്ല. ആരുടെ മുന്നിൽ അവളെ പുറത്തിറങ്ങി നടക്കാറില്ല. അത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട് പരിശുദ്ധ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ജീവിക്കുന്ന നല്ലൊരു പെണ്ണായിരുന്നു ബീബി ആസുറ.
വല്ലാത്ത സ്റ്റൈലായിരുന്നു, സൗന്ദര്യം കൂടുതലായിരുന്നു. ഭർത്താവിനാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് ഭാര്യയെ, ഭയങ്കര ഇഷ്ടമാണ് ഭാര്യയെ. ഭർത്താവിന് എന്തെങ്കിലും ക്ഷീണം ബാധിച്ചാൽ, അബ്ദുള്ള രാജാവിന് എന്തെങ്കിലും ക്ഷീണം ബാധിച്ചാൽ ഭാര്യ അരികത്തെ വിളിച്ചിട്ട് പറയും, അസുറ നീ ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഒരു ഫാത്തി ഓതി മന്ത്രിച്ചിട്ട് എനിക്ക് തരുമോ നിൽക്കും. ഭാര്യ ഒരു ഫാത്തി ഓതിയിട്ട് മന്ത്രിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് കുടിക്കും ഭർത്താവ്. അതോടെ ഭർത്താവിൻ്റെ ക്ഷീണം തീരും. നമ്മളൊന്നും നമ്മളെ കെട്ടിയോളോട് അങ്ങനെ ഊതാൻ പറയണ്ട, കിടന്നിടത്ത് എണീക്കലുണ്ടാവില്ല. അപൂർവമാക്കി തെരുമാറാകട്ടെ. അങ്ങനെ ദ്വായലം കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ ഹജ്ജിന് പോയ പെട്ടെന്ന് തിരിച്ചു വരൂല. മഹാനായ എന്റെ പ്രവാചകൻ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ മസ്ജിദുൻ നബവിക്കകത്ത് കുറച്ചു കാലം കഴിച്ചു കൂട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളിയിലിരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വരൂല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഞാൻ വരുന്നവരെ ഒരു രാജാവില്ല എന്ന വേജാറ് വേണ്ട. ഞാൻ വരുന്നവരെ എൻ്റെ അനുജൻ അബ്ദുറഹ്മാനെ ഞാൻ നിങ്ങൾക്ക് രാജാവാക്കി നിർത്താൻ പോവാണ്. എന്തേ അബ്ദുറഹ്മാനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നാട്ടുകാർ പറയും നല്ല മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ തന്നെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, മൂപ്പർ രാജാവായിക്കൊന്നാണ്. എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് അബ്ദുറഹ്മാൻ അരികത്ത് വിളിച്ചു. അബ്ദുറഹ്മാൻ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാവണം. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമ്പോഴാണ് ചരിത്രത്തിൽ അമരത്വം നേടുന്ന ഭരണാധികാരികളാവുക. എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്റെ ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് കൊണ്ടാണ്. എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ, നീ എൻ്റെ ഭാര്യ ആസുറയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ ആസുറാനെ നീ കണ്ടിട്ടുണ്ടോ? ആരോട് ചോദിക്കുന്നു? അനുജനോട്. ആര് ചോദിക്കുന്നു? ജ്യേഷ്ഠൻ. നിങ്ങളെ ഭാഷയിൽ എന്താ ഇച്ചേ? ഇച്ച പറയുന്നു. അനുജൻ എന്താ പറയാ? പച്ചാന്ന്. അനിയൻ തന്നെ. അപ്പൊ അനുജനോട് ചോദിക്കുന്നു, എൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ഇച്ചാന്റെ ഭാര്യയെ നമ്മളെന്താ പറയാ? അമ്മായിനെ കണ്ടിട്ടുണ്ടോന്നാ ചോദിക്കുന്നു. ഇച്ചാന്റെ ചോദ്യം, നീ അമ്മായിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അനുജന്റെ അനിയന്റെ മറുപടി എന്താ അറിയോ? കണ്ടിട്ടില്ല. അങ്ങനെയാ വേണ്ടതും. അതാണ് ഇസ്ലാം. അനിയന്റെ ഭാര്യയെ അല്ല ഇച്ചാന്റെ ഭാര്യയെ അനിയൻ കാണല് തെറ്റാണ്. അനിയന്റെ ഭാര്യനെ ഇച്ച കാണലും തെറ്റാണ്. എന്നാ നമ്മളെ കഥ എന്നാ? ഇച്ച കണ്ടിട്ടുണ്ടാവൂല ഇച്ചാന്റെ ഭാര്യ നമ്മൾ കണ്ടത്ര. ഇച്ച ഗൾഫിലോ പച്ച നാട്ടിലോ. അതുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, തൽക്കാലം കാണാറ്. ഞാൻ വരുന്നവരെ അവൾ പഴയ കൊട്ടാരത്തിൽ താമസിക്കട്ടെ, നീയും നിന്റെ കുടുംബം പുതിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു. എല്ലാം പറഞ്ഞേൽപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആസുറാനെ പഴയ കൊട്ടാരത്തിൽ പാർപ്പിച്ച് അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് ലെവലാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്വസ്തനായ വേലക്കാരൻ സയ്യിദിനെ അവിടെ പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് അബ്ദുള്ള രാജാവ് ഹജ്ജ് പോയി. പോകുമ്പോൾ അനുജനോട് പറഞ്ഞു, നീ ഇടക്കിടക്കൊന്ന് അവിടെ പോയിട്ട് എൻ്റെ ഭാര്യയുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. അങ്ങനെ എല്ലാവരും പോയി. മൂപ്പര് ഹജ്ജിനും പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആസുറ താമസിക്കുന്ന വീട്ടിലേക്ക് നമ്മുടെ അന്ത്രമാനൊന്ന് പോയി. അപ്പോൾ ഒരു മറയുടെ ബാക്കിൽ നിന്നിട്ടാണ് ഇവർ സംസാരിക്കുക. ഒരു മറയുടെ ബാക്കിൽ നിന്നിട്ടാണ് വർത്താനം പറയാ. അത് പതിഞ്ഞ സ്വരത്തിൽ മെല്ലെ പറയും. പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്യ പുരുഷനോട് വർത്താനം പറയേണ്ട സാഹചര്യം വന്നാൽ അല്പം പരുഷമായിട്ട് ഒരു കർക്കശ സ്വഭാവത്തിൽ കൊഞ്ചണ്ട കൊഴയണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ മതി. സുൽത്താന്റെ വാക്ക. മാത്രമല്ല വീട്ടിന്റെ അകത്തുനിന്ന് മെല്ലെ വർത്താനം പറയണം. എന്നാ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ വർത്താനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോരൻ്റെ ഉള്ളിലെ വർത്താനം കേട്ടാൽ റോട്ടും മറ്റേ പോകുന്ന വണ്ടി വരെ ഓഫായി പോയി. അങ്ങനത്തെ വർത്താനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. പൊതുവെയുള്ള പെണ്ണുങ്ങളെന്താ പറഞ്ഞത്? ഞാൻ ഈ ഭാഗത്തെ പെണ്ണുങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഇവിടുത്തതൊക്കെ നല്ലത്, തിരിച്ചു പോകണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേറ് വരുമോ? ഇല്ല, നെറ്റ് ഇട്ടില്ല, സമാധാനം തന്നെ. നേറ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഏതായാലും ഇപ്പം വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരു മറയുടെ ബാക്കിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ ഇവൾ മറുപടി പറഞ്ഞപ്പോൾ അവനിങ്ങനെ ചിന്തിച്ച്, ഭർത്താവിന് എന്ത് രസ കേൾക്കാൻ, കാണാൻ എന്ത് ഭംഗിയുണ്ടാവാം, അങ്ങനെ ചിന്തിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഒരു ദിവസം യാദർച്ഛികമായിട്ട് ആസുറ ബീബി വുദു എടുക്കാൻ, അസ്ര നിസ്കാരത്തിന് വുദു എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ മുറ്റത്തൊരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചു.
എന്നിട്ട് മുഖമക്കനെയൊക്കെ മാറ്റി കുപ്പായത്തിന്റെ കയ്യൊക്കെ കണ്ട് കയറ്റിയിട്ട് ഒതുകൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് അബ്ദുറഹിമാൻ അതുവഴി നടന്നു വരുന്നത്. ഒരു ദിനമിൽ അവനടുക്കുന്നു അസുറവിനമതിനായി എടുക്കുന്നു ശരീരഭാഗം തകർക്കുന്നു ആശയും പെരുകിടുന്നു. ഒരു ദിനമിൽ അവനടുക്കുന്നു അസുറബിനമസിനായി എടുക്കുന്നു ശരീരഭാഗം അവനതനവർക്കുന്നു ആശയും പെരുകിടുന്നു. മധുര സ്വപ്നം മനസ്സിലെത്തുന്നു മണവാട്ടിയ കർഹത്തിൽ കൊതി കയറുന്നു. മധുര സ്വപ്നം മനസ്സിലെത്തുന്നു മണവാട്ടിയ കർഹത്തിൽ കൊതി കയറുന്നു. മണിയറയിൽ ഒരു നേരം ശയിക്കുവാൻ ആവതും പറഞ്ഞിടുന്നു. ഒരു ദിനമിൽ അവനടുക്കുന്നു അസുറബിനമസിനായി എടുക്കുന്നു ശരീരഭാഗം അവനതനതർക്കുന്നു ആശയും പെരുകിടുന്നു. വുദൂടുക്കാൻ വേണ്ടി മുഖമക്കനെയൊക്കെ മാറ്റിയിട്ട് കുപ്പായത്തിന്റെ കയ്യൊക്കെ കയറ്റിയിട്ട് വുദൂടുക്കുന്ന ആസുറ എന്ന പെണ്ണിന്റെ മുഖം കണ്ടു അബ്ദുറഹിമാൻ. അബ്ദുറഹിമാൻ അത് കണ്ടു. സത്യത്തിൽ അന്തർമാൻ കുന്ത്രുമാനായി. ഞാനന്ന് ഇതൊന്നും അവള് കണ്ടില്ല. അവളകത്തേക്ക് പോയി നിസ്കരിക്കാൻ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് മുറ്റത്തിറങ്ങാൻ നോക്കുമ്പോൾ മുറ്റത്തൊരു സാധനം അങ്ങനെ നിൽക്കുന്നു. അന്തർമാൻ അങ്ങനെ ഇവളിങ്ങനെ നോക്കി. അന്തർമാൻ നിന്നെടുത്ത് വെച്ചോ എന്താ അനങ്ങാത്തെ? മെല്ലെ വിളിച്ചു നോക്കി. അബ്ദുറഹിമാനെ അനങ്ങുന്നില്ല. അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ ഞെട്ടി. അല്ല നീ എന്ത് ഇവിടെ? അതെ ഞാനെന്താ ഇവിടെ? അല്ല നീയല്ലേ രാവിലെ വന്നത്? നീ എന്ത് ഇപ്പം വന്നേ? അത് ഇപ്പം വന്ന്. അതെന്തിന്? അത് അതിലൂടെ വരുമ്പോ ഇതിലൂടെ വന്നേ. ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നിയപ്പോ ഇവള് നേരെ അകത്തേക്ക് അങ്ങ് പോയി. ഇവൻ തിരിച്ചും പോയി. പിന്നെ ഇവന്റെ പണി എന്തറിയോ? ഒതു കൊടുക്കുന്ന സമയം നോക്കി വരും 5 വക്ത്. ഇവന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി മനസ്സിലാക്കിയ അസുറ ഓരോ ഒതുവിന്റെ മേലെ 5 വക്ത് നിസ്കരിച്ചു. നമ്മളെ പെണ്ണുങ്ങളാണ് കൊടുത്താൽ ചിലപ്പോൾ 1 വക്ത് നിസ്കരിക്കില്ല. അപ്പോ ചരിത്രം പറയുന്നുണ്ട്, ഗതികെട്ട അന്തർമാൻ കാണാനുള്ള ചാൻസ് പോലും ഒന്ന് യാദർച്ഛികമായിട്ട് കാണാനുള്ള ചാൻസ് പോലും അബ്ദുറഹിമാനിൽ നിന്ന് അവൾ ഒഴിവാക്കിയെടുത്തപ്പോ ഗതികെട്ട അന്തർമാൻ ഒരു നേരം അവളോട് ചോദിച്ചു, ഈ പെണ്ണെ, എന്റെ സഹോദരന്റെ ഭാര്യ എന്ന പരിഗണന മാറ്റിവെച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഒരു നേരമെങ്കിലും നീ എന്റെ കിടപ്പറ പങ്കിടാൻ വരുമെന്ന്. ഒരു വൃത്തികെട്ടവന്റെ നാക്കിൽ നിന്ന് വൃത്തികെട്ട ചോദ്യം വന്നപ്പോ അള്ളാനെ പേടിക്കുന്ന ഭർത്താവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ചോണ്ട് പറഞ്ഞു, ഛീ, എന്താടാ നീ പറഞ്ഞത്? ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയാണ്. ആ മനുഷ്യൻ ഹജ്ജിന് പോയപ്പോ നീ എന്റെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കേ, ഇറങ്ങി പോടാ, നിന്റെ ഇച്ഛ ഇങ്ങോട്ട് വരട്ടെ, എന്റെ കഥ ഞാൻ തീർത്ത് കളിക്കുന്നു. അവനാകെ ടെൻഷൻ അയച്ചേ, അയ്യയ്യേ എന്തൊരു ഗുരുമാൻ. പിന്നെ ആകെ ടെൻഷനായി. പിന്നെ മുണ്ടാട്ടില്ല, വെള്ളമില്ല, കുടിയില്ല, തീനില്ല, അങ്ങനെ കുന്തം പോലെ കുത്തിയിരിക്കും. അപ്പൊ ഇവന് 4 ചങ്ങായിമാരുണ്ട്, മഹാഹംകള് 4 എണ്ണം. എനിക്ക് 2 എണ്ണം ഉള്ളത്തെ 4 എണ്ണം. അപ്പോ മഹാപോക്ക ആ 4 എണ്ണം ഇങ്ങനെ വന്നിട്ട് ഇവനെങ്ങനെ നോക്കി. അന്തർമാൻ ഇങ്ങനെ ടെൻഷനിലിരിക്കുക. അന്തർമാൻ ടെൻഷൻ. എയർപോർട്ടിൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് കൊടുത്ത് ആ ചെക്കിങ് ഓഫീസർ എടുത്തൊരു ചങ്ങായി. എന്നിട്ട് ഇവനങ്ങ് മാറിയെന്ന്. അപ്പോൾ ഈ പാസ്പോർട്ട് ഓഫീസർ ഇങ്ങനെ ചെക്കിങ് ഓഫീസർ ഇങ്ങനെ മറിച്ചിട്ട് പേര് വിളിച്ചു, ആൻഡ്രൂ ഡി മാൻ. ആൻഡ്രൂ ഡി മാൻ 5-10 വട്ടം വിളിച്ചിട്ട് ആൾ കിട്ടുന്നില്ല. അപ്പൊ കൊടുത്തത് ഈ ചങ്ങായി കണ്ടിനി, ഇവനാ കൊടുത്തത്. നിങ്ങളുടെ എന്റെ പേരെന്തി വെച്ച് അവൻ പറഞ്ഞ അന്തർമാൻ. ഈ അന്തർമാനാണ് പാസ്പോർട്ടിൽ ആൻഡ്രൂ ഡി മാൻ ആയിരുന്നു. ഇനിയിപ്പോ ഈ ഭാഗത്ത് അന്തർമാനിൽ ആൻഡ്രൂ ഡി മാൻ ആവും മിക്കവാറും. അപ്പോ അന്തർമാൻ സത്യത്തില് ഒരു ടെൻഷനിലിരിക്കുമ്പോ ഈ 4 ചങ്ങായിമാർ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. അല്ല എന്തുണ്ട്? കാര്യം പറ. ഒന്നുമില്ല. അല്ല എന്തുണ്ട്? ഒന്നുമില്ല. ഒരു ടെൻഷനില്ലാണ്ട് നീ ഇങ്ങനെ ഇരിക്കൂലല്ലോ എന്ന്. അപ്പ പറഞ്ഞു, ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട്. എന്നാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്റെ കണ്ണോക്കാണ്. കണ്ണോക്കാ? അപ്പൊ നീ മരിക്കാൻ പോവാ? മരിക്കാൻ പോണതല്ല, എന്നെ കൊല്ലും. ആര് കൊല്ലും? രാജാവായി നിന്നെ ആരാ കൊല്ല? എന്റെ ഇച്ഛ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ ഉറപ്പ് എന്നെ കൊല്ലും. അപ്പൊ ഇവര് പറഞ്ഞ ഹജ്ജ് അവിടെ കഴിഞ്ഞിട്ട് ഉദകിയെ തീർന്നിറക്കല. അല്ലടാ, ഒരു സംഭവമുണ്ട്. അതെന്താ സംഭവം? നിങ്ങൾ ആരെങ്കിലും എന്റെ സഹോദരന്റെ ഭാര്യ ആസുറാനെ കണ്ടിട്ടുണ്ടോ? അവര് പറഞ്ഞ് കണ്ടിട്ടില്ല. എന്നാ കണ്ടേക്കല്ല, എന്റെ സോദരേ അറിയൂ എന്റെ കൽബിലെ വ്യഥ,
ഏറ്റവും വ്യസനമാണ് ഓതിടാം ഞാനീ കഥ. എന്റെ സോദരന്റെ ഭാര്യ ആസുറാന്റെ വൻകഥ, എന്നെ ആട്ടി ഇന്നവൾ അവളോടു തീർക്കേണം പക. എന്റെ ആശയ്ക്കൊന്നുമേ അനുകൂലമല്ല ഇന്നവൾ, എന്റെ ജ്യേഷ്ഠൻ വന്നു പോയാൽ ആകെയും ഗുലുമാലുകൾ. എന്റെ ആശയ്ക്കൊന്നുമേ അനുകൂലമല്ല ഇന്നവൾ, എന്റെ ജ്യേഷ്ഠൻ വന്നു പോയാൽ ആകെയും ഗുലുമാലുകൾ. ഓർത്ത് കൽവിൽ വേദന എനിക്കതുണ്ട് സോദരേ, ഒന്നുകിൽ അവളെ നശിപ്പിച്ചിടണം പൊൻസഹജരേ. എന്റെ സോദരേ അറിയൂ എന്റെ കൽബിലെ വ്യഥ, ഏറ്റവും വ്യസനമാലെ ഊതിടാം ഞാനീ കഥ. അതെ, അന്തർമാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ ഭാര്യ ആസുറയെ യാദർശികമായിട്ട് ഞാൻ കണ്ടു. എൻ്റെ ഒടുങ്ങാത്ത കൽബിന്റെ ആഗ്രഹം ഞാൻ അവളോട് പറഞ്ഞു. അവളെ നാട്ടിൽ പുറത്താക്കിയത് മാത്രമല്ല, ഇച്ച വന്നാൽ വിവരം പറഞ്ഞു കൊടുക്കുന്നതിനെ ഭീഷണിപ്പെടുത്തി. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ സഹോദരൻ ഇച്ച വന്നാൽ എൻ്റെ കഥ തീർക്കാൻ എൻ്റെ കഴുത്ത് വിട്ടു ഉറപ്പാ. അതും പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഇവരും പറഞ്ഞു, അത് ശരി, അതാ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആണ്ടി പോയി അണ്ണാനാവതിൽ കുത്തിയിരിക്കുന്നല്ലേ. ആ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒന്നുകൂടി പോ. മന്ത്രമാൻ ചോദിച്ചു, എന്ത് നിങ്ങൾ ഒന്നുകൂടി പോ? ആ മന്ത്രമാൻ പറഞ്ഞിട്ട്, ആ പെണ്ണ് കാലിന്റെ മുട്ട് വിറകിന്റെ കൊള്ളിയെടുത്ത് അടിച്ചു പൊട്ടിക്കുന്ന എനിക്കൊക്കെ കാണേണ്ടി വരും. കാരണം അല്ല, ഒന്നും പോ. സംഭവം നടന്നാൽ പിന്നെ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ പിന്നെ വേറെ തീരുമാനം എടുക്കാന്നുള്ളു. ചങ്ങാതിമാര് പറഞ്ഞ പന്ത്രമാ പോയി. അബ്ദുറഹ്മാൻ ആ വീട്ടിന്റെ ഗേറ്റ് കിടക്കുന്ന കണ്ടപ്പോ അകത്തുനിന്ന് ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു, വൃത്തികെട്ട കൽബുള്ളവന് കടന്നു വരാൻ എന്റെ കവാടം തുറന്നു വെച്ചിട്ടില്ല. ഈ ഒരു തന്റേടും ഈ ഒരു നട്ടലും ഈ ഒരു ആർജവും ഈ കാലത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അനാചാരങ്ങളും വൃത്തികേടുകളും ഒഴിവാക്കി നിർത്താമായി. അവൾ ആട്ടി പുറത്താക്കി. അബ്ദുറഹ്മാൻ തിരിച്ചുപോയി. പറഞ്ഞയച്ച 4 ചങ്ങായിമാർക്ക് 8 അടി കൊടുത്തു. ഓരോരുത്തർക്ക് എത്ര കിട്ടി കണക്കൂട്ടി നോക്കും. അടി കൊടുത്തിട്ട് പറയണം, നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ പോയെ, ഇനി ഉറപ്പ് എന്റെ സഹോദരൻ വന്നാൽ എന്റെ കഥ തീർക്കും. അവൾ പറഞ്ഞു കൊടുക്കും, എന്റെ കഥ തീർക്കും. അപ്പൊ ഇവർ പറഞ്ഞു, പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവൾ ജീവിച്ചിരിക്കണ്ടേ. അന്തർമാൻ പറഞ്ഞു, അതിനിടയിൽ അവൾ മരിക്കും, നിങ്ങൾക്ക് വാക്കാതിനാ മരിക്കൂന്ന് വാക്കാൻ പറ്റില്ല, പക്ഷേ കൊല്ലണം. കൊല്ലാനോ, അത് അതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ? കൊല്ലല് പ്രശ്നമാണ്, പക്ഷേ വ്യക്തമായ തെളിവുകളും സാഹചര്യങ്ങളും സാക്ഷികളെയും ഒരുക്കിയെടുത്തിട്ട് കൊന്നാലോ? അന്തർമാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തൽക്കാലം നിനക്കൊന്നും മനസ്സിലാകണ്ട, പക്ഷേ നീയാണല്ലോ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ രാജാവ്. അതെ, നീയാണല്ലോ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സുപ്രീം ജഡ്ജി. അതെ, വിധി പറയേണ്ട ആൾ നീയല്ലേ? അതെ. എന്നാൽ നാളെ നിന്റെ മുന്നിൽ ഒരു കേസ് വരും. ആ കേസിന് ഉചിതമായ ഒരു തീരുമാനം താങ്കൾ എടുത്താൽ മതി, നിന്റെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്താന്നോ. ഇത് പറഞ്ഞ് 4 ചങ്ങായിമാർ ഇറങ്ങിപ്പോയി. 4 പേരും ഇറങ്ങിപ്പോയി. ആസുറ ബീബിയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ച സയ്യിദ് എന്ന വേലക്കാരൻ അരികത്ത് വിളിച്ചിട്ട് അവർ പറഞ്ഞു, സയ്യിദേ, രാജാക്കന്മാർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മളൊക്കെയല്ലേ? അതെ. എന്നാൽ നമ്മുടെ രാജാവായ അബ്ദുറഹ്മാൻ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ? അതിങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആ പരിഹാരം നടത്തണം. എന്താ വേണ്ടതെന്ന് വെച്ചു. സംഗതി ഒക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി സുബഹിക്ക് മുമ്പ് തഹജ്ജുദിനോ ആ പെണ്ണ് വീടിന്റെ റൂം തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഫ്രണ്ട് വാതിലിന്റെ സാക്ഷ ആ ലോക്ക് നീ അങ്ങോട്ട് അയച്ചു മാറ്റണം, ലോക്ക് അയച്ചു മാറ്റണം. എന്നിട്ട് അവൾ ഇറങ്ങിപ്പോയ ബെഡ്റൂമിനകത്ത് നീ കയറിയിരിക്കണം. അവൾ വുദൂഎടുത്ത് അകത്തേക്ക് കടന്നു വരുമ്പോ നീ അവളെ കയറി പിടിക്കണം. നീയും അവൾ ബെഡിലേക്ക് പറഞ്ഞു വീണം. ഒരു വ്യഭിചാര സീൻ നീ തൽക്കാലം ഉണ്ടാക്കണം. പെട്ടെന്ന് ഞങ്ങൾ 4 പേർ തള്ളി അകത്തേക്ക് കടന്നു വരും. ഞങ്ങൾ 4 പേരും വ്യഭിചാരം കണ്ടുവെന്നും നീ അവളെ വ്യഭിചരിച്ചുവെന്നും രാജാവിന്റെ കോടതിക്കകത്ത് തെളിവുകളും സാക്ഷികളുമായിട്ട് നിന്നാൽ ആസുറ എന്ന പെണ്ണിന്റെ വധശിക്ഷ ഉറപ്പാണ്. അങ്ങനെ അബ്ദുറഹ്മാനെ നമുക്ക് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോ സയ്യിദ് പറഞ്ഞു, അള്ളാഹുവിനെ പേടിക്കുന്ന, റസൂലുള്ളാഹിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ വഴിപ്പെടുന്ന ഒരു നല്ല പെണ്ണെ ചതിക്കാൻ എന്നെ കിട്ടൂല. അപ്പൊ അവരെന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് ഒരുപാട് പണം കൊണ്ടുവന്നിട്ട് അവന്റെ മുന്നിൽ വെച്ചു. പൈസ കണ്ട പാദർശം മറന്നുപോയി. സയ്യിദ് എന്ന വൃത്തികെട്ടവൻ അവനാ ചതി ചെയ്യാം എന്ന് സമ്മതിച്ചു. അങ്ങനെ അന്നത്തെ രാത്രി ഒന്നും അറിയില്ല, ആസുർ ഒന്നും അറിയില്ല. പാവം പാതിരാവിന്റെ പാതിവേള തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി
അവൾ മെല്ലെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഉറങ്ങാതെ മറ്റൊരു മുറിക്കകത്ത് കാത്തിരുന്ന സയ്യിദ് ഫ്രണ്ട് വാതിലിന്റെ ലോക്ക് അഴിച്ചു മാറ്റിയിട്ട് ആസുറ ഇറങ്ങിപ്പോയ ബെഡ്റൂമിനകത്ത് വന്ന് കയറിയിരുന്നു. അവളൊന്നും അറിയില്ല. അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സുമായി വുദു കൊടുത്തിട്ട് അവൾ അകത്തേക്ക് കടന്നു വന്നു. തന്റെ ബെഡ്റൂമിലേക്ക് കയറി. വാതിലിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാദുരന്തത്തെ കുറിച്ച് പാപം പെണ്ണ് അറിഞ്ഞിട്ടേയില്ല. താൻ എന്നും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസല്ല അതെടുത്ത് അവൾ കുനിഞ്ഞു വിരിക്കുമ്പോ പിന്നിൽ നിൽക്കുന്ന സയ്യിദ് ബാക്കിലോട്ട് കടന്നു പിടിച്ചിട്ട് ബെഡിലേക്ക് മറിഞ്ഞു വീണു. അഴകിൽ വിരിഞ്ഞു നിൽക്കും രക്ഷപ്പെടാൻ അവരെ പിന്നിൽ പീഡിക്കും ഒരുവൻ പാപി, അവനിൽ നിന്നൊഴിവാകാൻ ശ്രമിക്കും ബീബി, ശ്രമിക്കും ബീബി. അഴകിൽ വിരിഞ്ഞു നിൽക്കും ആസുറ ബീബി, അവരെ പിന്നിൽ പീഡിക്കും ഒരുവൻ പാപി, അവനിൽ നിന്നൊഴിവാകാൻ ശ്രമിക്കും ബീബി, ശ്രമിക്കും ബീബി. അവർ തിരിഞ്ഞെന്തിതുറപ്പേ പെട്ടന എന്തു പരീക്ഷണം ഹുപ്പേ കണ്ടിവയാരോ എന്നത് ജീവേ. ഞെട്ടിയവർ തിരിഞ്ഞെന്തിതുറപ്പേ പെട്ടന എന്തു പരീക്ഷണം ഹുപ്പേ കണ്ടിവയാരോ എന്നത് ജീവേ. ആരല്ലോ പടിവാതിൽ കടക്കുന്നുണ്ട്, അവരൊക്കെ ഇതാരംഗം നലർക്കുന്നുണ്ട്, നലർക്കുന്നുണ്ട്. അഴകിൽ വിരിഞ്ഞു നിൽക്കും ആസുറ ബീബി, അവരെ പിന്നിൽ പീഡിക്കും ഒരുവൻ പാപി, അവനിൽ നിന്നൊഴിവാകാൻ ശ്രമിക്കും ബീബി, ശ്രമിക്കും ബീബി. അവളെ കടന്നു പിടിച്ചിട്ട് അവൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു. ഒന്നും തള്ളും ബഹളമായി. പെട്ടെന്ന് ഫ്രണ്ട് വാതിൽ തള്ളി തുറന്ന 4 പേരകത്തേക്ക്. എന്താ ഇത്? അന്തപുരത്തിനകത്ത് വ്യഭിചാരോ? സയ്യിദ് പേടിച്ചവനെ പോലെ മാറി നിന്നു. കേറിയ കുപ്പായം കൊണ്ട് മാറുമറക്കാൻ പാടുപെട്ടു പോയ ബിബി ആസുറ വിരിച്ചു വെച്ച മുസല്ലി എടുത്ത് മാറുമറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറഞ്ഞു, ഞാൻ വുദുവെടുത്ത് കയറി വന്നപ്പോ ഇവൻ എന്നെ കയറി പിടിച്ചതാണ്. അല്ല, അബ്ദുള്ള രാജാവ് ഹജ്ജിന്റെ പോയ കാലഘട്ടം മുതൽ ഞാനും ഇവളും വ്യഭിചരിക്കാറുണ്ട്. ഇല്ല, അവൻ പറഞ്ഞത് കള്ളമാണ്. അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. രണ്ടുപേരും വാദവും പ്രതിവാദവും തുടങ്ങി. അപ്പൊ ഇവര് പറഞ്ഞു, വാദപ്രതിവാദം ഞങ്ങളോട് വേണ്ട, വാദപ്രതിവാദം ഞങ്ങളോട് വേണ്ട, ഞങ്ങളിത് രാജാവിനെ അറിയിക്കാൻ പോവാണ്. അല്ലെ, രാജാവിന്റെ കോടതിക്കകത്ത് മതി നിങ്ങളുടെ വാദപ്രതിവാദം. ആസുറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിനെ ഓർത്തിട്ട് എന്നെ നിങ്ങൾ അപമാനിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവനാണ് തെറ്റ് ചെയ്തത്. പക്ഷേ അവരുടെ കൽബിൽ അത് പോകൂല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് തന്നെയാ. കാരണം ആരാണോ ഈ കഥയുടെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചത് അവർക്കത് കിട്ടി. അവരിറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അഫ്സോസ് നാട്ടിൽ അടിച്ചു വീശിയ കാറ്റിന്റെ പോലും ഒരു വ്യഭിചാരത്തിന്റെ ദുർഗന്ധമുണ്ടായിരുന്നു. ജനങ്ങൾ വിവരമറിഞ്ഞ് കൂലം കുത്തി ഒഴുകിയ കൊട്ടാരത്തിലേക്ക്. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നാട്ടുകാർ മുഴുവൻ കൊട്ടാരത്തിലാണ്. പാപമാസുറ അവളെ കൊണ്ടുവന്ന് ഒരു കോടതിക്കൂട്ടിന്റെ ഒരു ഭാഗത്ത് നിർത്തി. മറ്റൊരു ഭാഗത്ത് സയ്യിദ്, വേറൊരു ഭാഗത്തോ രംഗം കണ്ടുവെന്ന് അവകാശപ്പെടുന്ന 4 സാക്ഷികൾ. ആയിരക്കണക്കിന് മനുഷ്യന്മാർ വിധി അറിയാൻ കാതോർത്ത് നിൽക്കുന്നു. രാജാവ് ചോദിച്ചു, എന്താണ് സയ്യിദ് സംഭവിച്ചത്? സയ്യിദ് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ള രാജാവ് ഹജ്ജിന്റെ പോയ കാലഘട്ടം മുതൽ സഹോദരന്റെ ഭാര്യ ആസുറയും ഞാനും വ്യഭിചരിക്കാറുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, കള്ളത്തരമാണ് അവൻ പറയുന്നത്. സാക്ഷികളോട് ചോദിച്ചു, നിങ്ങൾ എന്താ കണ്ടത്? ആ 4 സാക്ഷികളും പറഞ്ഞു, ബഹളം കേട്ട് വാതിൽ തള്ളി തുറന്നകത്തേക്ക് വരുമ്പോ ഇവനും അവളും വ്യഭിചരിക്കുന്നത് ഞങ്ങൾ 4 പേരും കണ്ടുവെന്ന്. ഇസ്ലാമിക നിയമപ്രകാരം വ്യഭിചാരത്തിന് 4 സാക്ഷികൾ മതി. 4 ആള് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷ്യത്വം ഉറപ്പാണ് ശിക്ഷ. 2 വിധത്തിലാണല്ലോ ഇസ്ലാം ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. വ്യഭിചാരികൾക്ക് അനുഭവിക്കുന്ന ശിക്ഷ 2 വിധത്തിലാണ്. മംഗല കഴിഞ്ഞോൻ വ്യഭിചരിച്ചാൽ, മംഗല കഴിയാത്തോൻ വ്യഭിചരിച്ചാൽ, 2 വിധത്തിലാണ്. മംഗല കഴിയാത്ത ആൾ വ്യഭിചരിച്ചാൽ, മംഗല കഴിഞ്ഞില്ല എന്നൊരു പരിഗണന വെച്ചുകൊണ്ട് അവന് 100 ചാട്ടവറടിയാണ്, ഹദ്ദടിയാണ്. മരിച്ചില്ലെങ്കിൽ ആ അടി തന്നെ മരിക്കും അധികാളും, മരിച്ചില്ലെങ്കിൽ നാട് കടത്തും. മംഗല കഴിച്ചാൽ വ്യഭിചരിച്ചാലോ? ഒരു പെണ്ണ് വ്യഭിചരിച്ചാൽ അവളുടെ വിചാരങ്ങൾക്ക് അവളുടെ ഭർത്താവുണ്ട്, എന്നിട്ടും അവൾ തെറ്റിന് പോയാൽ, ഒരാണ് വ്യഭിചരിച്ചാലോ അവന്റെ എല്ലാ ഇംഗിതത്തിനും വഴിപ്പെടാൻ അവന്റെ ഭാര്യയുണ്ട്, എന്നിട്ടും അവൻ മറ്റൊരു പോലെ തേടിപ്പോയാലോ ഇസ്ലാം അവരെ വെറുതെ വിടൂല. ഹദ്ദ് കുഴിക്കൊക്കെ തിറക്കി നിർത്തിയിട്ട് തലയ്ക്ക് കല്ലെറിഞ്ഞു കൊല്ലും, ഉറപ്പ്. ഇവിടെ 2 വിധത്തിലാണ് ശിക്ഷ പ്രഖ്യാപിക്കാൻ പോണത്. അബ്ദുള്ള രാജാവിന്റെ പ്രിയപ്പെട്ട അനുജൻ അബ്ദുറഹ്മാൻ പറഞ്ഞു, സയ്യിദ് കല്യാണം കഴിക്കാത്തവനാ, മംഗലം കഴിക്കാത്തവനാണ്.
അതുകൊണ്ട് അവന് 100 ഹദ്ദടി. ഇനി ആസുറയോ? അവൾ മംഗലം കഴിച്ചാളാണ്. മംഗലം കഴിച്ചിട്ട് വ്യഭിചരിച്ചാലോ? മരുപ്പറമ്പിൽ ഹദ്ദ് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് അവളുടെ തലയൊട്ടിക്ക് കല്ലെറിഞ്ഞു കൊല്ലൽ. ഈ 2 ശിക്ഷകളും അവനങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോ കോടതി കൂട്ടിന്റെ അകത്ത് നിരപരാധിയായ ഒരു പാവപ്പെട്ട പെണ്ണ് അള്ളാഹുവിനെ വിളിച്ച് കരഞ്ഞുപോയി. നാഥന്റെ മുന്നിൽ ഞാനോദാ കൽബിലൂറുന്ന കഥനങ്ങൾ പാടാ. എന്റെ നാഥന്റെ മുന്നിൽ ഞാനോദാ കൽബിലൂറുന്ന കഥനങ്ങൾ പാടാ. റാഹിമാണല്ലോ നീ, അഭയക്കേദാരം നീ, നിന്റെ കാരുണ്യമാണെന്നും എൻ കൂടെയാ. റാഹിമാണല്ലോ നീ, അഭയക്കേദാരം നീ, നിന്റെ കാരുണ്യമാണെന്നും എൻ കൂടെയായി. അല്ലാഹ് അഹദ്, അല്ലാഹ് സമദ്, അല്ലാഹ് അഹദ്, അല്ലാഹ് സമദ്. ആ പാവം പെണ്ണിനെ കൊണ്ടുപോയി തൽക്കാലം ഒരു മുറിക്കകത്തിട്ട് അടച്ചു. പിറ്റേ ദിവസം ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട നടപ്പിൽ വരുത്തേണ്ട ദിവസം. ഹദ്ദ് കുഴിക്ക് മരുപ്പറമ്പിലാണ് കല്ലെറിഞ്ഞു കൊല്ലുക, മരുഭൂമിയിൽ അങ്ങകലെ. ആസൂറാനെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ഈ സയ്യിദിനെ അടിക്കാൻ പിടിച്ചപ്പോൾ സയ്യിദ് ഈ 4 ചങ്ങായിമാരെ വിളിച്ചു, ഇങ്ങ മെല്ലെ അടിച്ചോളൂ, അടിയെങ്ങാനും ചോറായാൽ ഇവിടെ ഒരു കഥ ബാറാവുന്ന. അപ്പൊ സയ്യിദിനെ കൊണ്ടുപോയിട്ട് എല്ലാവരും മരുഭൂമിയിൽ എറിഞ്ഞുകൊല്ലുന്ന കാണാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ആളില്ല, ഇവനെ ശിക്ഷിക്കുന്നിടത്ത്. അതുകൊണ്ട് ഇവന്റെ ചന്തിക്ക് ലോങ് വെല്ലടിച്ച് വിട്ട് ഒരു 100 ടിൻ അടിച്ചിട്ട് ഓനെ വിട്ട്. മരുഭൂമിയിൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന സ്ഥലത്ത് ഭയങ്കര ജനാണ്. ആസുറ എന്ന പാവപ്പെണ്ണിനെ കൊണ്ടുവന്നൊരു മക്കനെയൊക്കെ ധരിച്ചിട്ട് അവിടെ വന്നു, ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ട് അവിടെ വന്നു. ഹദ്ദ് കുഴിക്കകത്തേക്ക് ആ പാവം പെണ്ണിനെ ഇറക്കാൻ പോകുമ്പോ അവൾ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ സലാം പറഞ്ഞാൽ അത് മടക്കാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കാനോ ആസുറ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാവൂല. അയാൾ അറിയുന്നൊരു വാർത്തയുണ്ട്. എന്താ വാർത്ത? അയാൾ ഹജ്ജിന് പോയപ്പം ഭാര്യ വ്യഭിചരിച്ചു എന്ന വൃത്തികെട്ട വാർത്ത. നിങ്ങൾ സാക്ഷികളാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ സാക്ഷി. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ ഭർത്താവ് വന്നാൽ നിങ്ങൾ എന്റെ ഭർത്താവിനോട് പറയണം, അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്റെ കൽബിന്റെ കത്ത് മറ്റൊരു പുരുഷനെ കുറിച്ചുള്ള ചിന്ത പോലുമില്ല, മറ്റൊരാളെ കുറിച്ചുള്ള വികാരമോ വിചാരമോ ഇല്ല. അങ്ങനെ ഒരാളെ കുറിച്ചുള്ള ചിന്ത പോലും എന്റെ കൽബിലില്ല. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പ്രഖ്യാപിച്ചു, ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാരെ കൊണ്ട് സ്വർഗ്ഗലോകം നിറക്കുമെന്ന്. ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാർ. അവ സഹാബത്ത് ചോദിച്ചു, ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാരുടെ ലക്ഷണം എന്താണ്? എന്താണ് ലക്ഷണം? സഹാബത്ത് ചോദിക്കാണ്, ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാരുടെ ലക്ഷണം. നല്ല ഭാര്യ നല്ല ഭർത്താവിന്റെ ലക്ഷണം എന്താ? നമ്മൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. നമുക്കും അതിൽ ഉൾപ്പെടുന്നുണ്ടോ നോക്കാലോ. ആ ലക്ഷണം കിട്ടിയാൽ നമുക്കും പറ്റുമല്ലോ. നമ്മൾ ആ കൊലത്തിൽപ്പെട്ട ആളാണോ? റസൂൽ പറഞ്ഞു, നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ഭർത്താവ്, നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നോമ്പോക്കുന്ന ഭാര്യ എന്നല്ല നബി പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞ വാക്ക്, ഭർത്താവിന്റെ കൽബിന്റെ അകത്ത് ഭാര്യയും ഭാര്യയുടെ കൽബിന്റെ അകത്ത് ഭർത്താവും മാത്രം ഉണ്ടാകണം. അങ്ങനെ ഒരു ഭാര്യ ഭർത്താവ്, അവരാണ് നല്ല ഭാര്യ ഭർത്താവ്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചിന്തിക്കുക, ഒന്ന് ഇരുന്നിട്ട് ചിന്തിക്കുക. ആരോട് പറയാനല്ല ഞാൻ പറഞ്ഞത്, ഒന്നിരുന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഈ പറയുന്ന സുബൈർ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ കൽബിന്റെ അകത്ത് നമ്മളെ ഭാര്യ അല്ലാത്ത വേറൊരു പെണ്ണെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ ഉത്തമരായ ഭാര്യ ഭർത്താവ് എന്ന വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു പോകും. എന്റെ പെങ്ങന്മാരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കൽബിന്റെ അകത്ത് നിങ്ങളുടെ ഭർത്താവ് അല്ലാത്ത മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചു പോയാൽ നിങ്ങൾ നല്ല ഭാര്യ എന്ന വൃത്തത്തിൽ നിന്ന് നിങ്ങളും പുറത്തു പോകും. അപ്പൊ സ്വർഗത്തില് ചാൻസ് ഉണ്ടാവില്ല. മുത്തനബി പറയുന്നു, നല്ല ഭാര്യ നല്ല ഭർത്താവും. നല്ല ഭാര്യ നല്ല ഭർത്താവിന്റെ കൽബിന്റെ അകത്ത് ഭാര്യ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളെ കൂടെ ചില മനുഷ്യന്മാരുണ്ട്, ഓന്റെ കൽബിന്റെ അകത്ത് ഓന്റെ ഭാര്യ മാത്രമേ ഇല്ലാണ്ടുള്ളൂ, ബാക്കി റോഡുമല പോകുന്നതെല്ലാം കംപ്ലീറ്റ് ഉണ്ട്, ഭാര്യ ഇല്ല. എന്തെല്ലാം കോലത്തിലുള്ള ഭാര്യാഭർത്താക്കന്മാരുണ്ട്, പല കോലത്തിലുള്ള ഭാര്യാഭർത്താക്കന്മാരുണ്ട്. ഒരിക്കൽ ഒരു ഭർത്താവിൻ്റെ ഭാര്യ പോയിട്ട് ഡോക്ടറെ അടുത്ത് പരാതി പറഞ്ഞു, ഡോക്ടർ എൻ്റെ ഭർത്താവിന് രോഗം. അതെന്താ വെച്ച്? കുറേ സമയം ബെഡിൻ്റെ മേലെ കിടക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബെഡിൻ്റെ അടിയിൽ പോയി മലന്ന് കിടക്കുവാണ്, പിന്നെ എണീച്ചിട്ട് മേലെ കിടക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടിയിൽ പോയി കിടക്കുവാണ്.
ഡോക്ടർ ഒരു പുതിയ രോഗമെന്നല്ല, ജീവിതത്തിൽ കേൾക്കാത്ത രോഗം. അവസാനം ഡോക്ടർ വെച്ച് എന്താ എൻ്റെ ഭർത്താവിന് പണി? അപ്പം പറഞ്ഞു കാറ് നന്നാക്കലാന്ന് പറഞ്ഞു. അന്ന് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. ഇടക്കിടക്ക് അടിയിപ്പോയിട്ട് മല നടക്കും വണ്ടിൻ്റെ അടി കിടക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ ഭർത്താവ് ഉണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭാര്യയും ഭർത്താവും നന്നാകണം. ആസുറ പറയുന്നു എൻ്റെ ഭർത്താവിനോട് പറയണം, എൻ്റെ ഭർത്താവ് അല്ലാണ്ട് എൻ്റെ കൽബിൽ വേറൊരാളെ കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. ഹദ്ദ് കുഴിയിൽ ഇറക്കി നിർത്തിയ പാവം പെണ്ണിനെ. എന്നിട്ട് കറുത്ത തുണി കൊണ്ട് മുഖം മൂടി, 2 കൈയും പിന്നോട്ട് വെച്ച് കെട്ടി, അരഭാഗത്ത് ഒരു കയറിട്ട് കുരുക്കി 2 ഭാഗത്ത് 2 പട്ടാൾക്കാർ പിടിച്ചു. അബ്ദുള്ള രാജാവിന്റെ പ്രിയപ്പെട്ട അനുജൻ അബ്ദുറഹ്മാന്റെ കൽബിൽ ഭയങ്കര സന്തോഷ, പക്ഷെ മുഖത്ത് ഭയങ്കര ദുഃഖം മഹാപൊട്ടന്റെ. എന്നിട്ട് അവൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ ബന്ധവും സ്വന്തമൊന്നുമില്ല. ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷ പ്രഖ്യാപിക്കുന്ന തെളിവുകളും സാഹചര്യങ്ങളും സാക്ഷികളും ഇയാൾക്ക് ഈ പെണ്ണിനെതിരാണ്. അതുകൊണ്ട് ആരവിടെ ഹദ്ദ് കുഴിക്കകത്ത് നിൽക്കുന്ന ആസുറെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ അവൻ ആദ്യമായി പിടിച്ച കരുത്ത കരിങ്കൽ ചീളുകൾ ആസുറയുടെ തലയോട്ടേക്ക് വിസ്മി കൂട്ടി അവൻ എറിഞ്ഞപ്പോ ആ കല്ല് വന്ന് പതിച്ചപ്പോ ആസുറ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു പോയി റബ്ബിനെ വിളിച്ചിട്ട് പടച്ചതമ്പുരാനെ വിളിക്കാതെ മറ്റൊരു മാർഗമില്ല. പിന്നെ തുരുതുരാണ് 4 ഭാഗത്ത് നിൽക്കുന്നവർ എറിഞ്ഞിടാൻ തുടങ്ങിയ പാപം. അടിമ പറയുന്നു അതികഠിനമിന്നി വേദന മറന്നു അർശിനുടയോനെ നിന്നിലേക്ക് ഇരന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോനെ നിന്നെ ഭയന്നു. അഭയമേകും നാഥ അടിമ പറയുന്നു അതികഠിനമിന്നി വേദന മറന്നു അർശിനുടയോനെ നിന്നിലേക്ക് ഇരന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോനെ നിന്നെ ഭയന്നു. നീല നീലവാനമതാ എന്റെ മുന്നില് നിന്റെ സ്വർഗമാണ് തമ്പുരാനെ എന്റെ കണ്ണില്. നീല നീലവാനമതാ എന്റെ മുന്നില് നിന്റെ സ്വർഗമാണ് തമ്പുരാനെ എന്റെ കണ്ണില്. ദ്രോഹമാണ് എന്റെ ദേഹത്തിന്ന് പാരില്, ദ്രോഹമാണ് എന്റെ ദേഹത്തിന്ന് പാരില്. സർവയാതന മറന്നിടുന്നു ഞാനീ ഹാലില്. അഭയമേകും നാഥ അടിമ പറയുന്നു അതികഠിനമിന്നി വേദന മറന്നു അർശിനുടയോനെ നിന്നിലേക്ക് ഇരന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോനെ നിന്നെ ഭയന്നു. കൊണ്ട് ആസുറ ഹദ്ദ് കുഴിയിലേക്ക് അങ്ങോട്ട് വീണ പന്ത്രമാൻ പറഞ്ഞു മതി 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 ഏറ് നിർത്തിക്കോളൂ, എനിക്ക് കൊണ്ടേറുന്ന ആൾക്കാർ മരിച്ചോളൂ. മയ്യത്ത് നാളെ രാവിലെ ഇവിടെ നിന്ന് എടുക്കും, രാവിലെ ഇവിടെ നിന്ന് മയ്യത്ത് എടുക്കും. അതുവരെ 2 പട്ടാളക്കാർ ഇവിടെ കാവൽ നിൽക്കണം. നാട്ടുകാരൊക്കെ തിരിച്ചു പോയിക്കോളും, എല്ലാവരും തിരിച്ചു പോ. നാളെ മയ്യത്ത് കൊട്ടാരത്ത് കൊണ്ടാക്കും, അപ്പൊ കാണാൻ വേണ്ടി പെണ്ണുങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. എല്ലാവരും പറഞ്ഞു വിട്ട് 2 പട്ടാളക്കാരെ വിളിച്ചിട്ട് അബ്ദുറഹ്മാൻ പറഞ്ഞു, ഡാ ഈ സമയം മുതൽ നാളെ നേരം വെളുക്കണവരെ ഈ മയ്യത്തിന് ഈ മരുഭൂമിയിൽ നിങ്ങൾ കാവൽ നിൽക്കണം, രാത്രി ഉറങ്ങാൻ പാടില്ല. ഒരുത്തൻ പറഞ്ഞു ഉറക്ക് വന്നു പോയാലോ, ഉറക്കോട് പറയണ നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ, എന്നിട്ട് കാവൽ നിൽക്കണതോ. അങ്ങനെ 2 ആളെ കാവലെടുത്ത് എല്ലാവരും പിരിഞ്ഞു പോയി. പകലങ്ങനെ അവസാനിച്ചു, രാത്രിയായി. രാത്രിയായപ്പോൾ ഒരു പന്തം കത്തിച്ചിട്ട് മരുഭൂമിയിലായിട്ട് കുത്തിപ്പരി വെളിച്ചത്തിന് വേണ്ടി. എന്നിട്ട് 2 പട്ടാൾക്കാർ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നു, ഈ കുഴിൻ്റെ അപ്പുറത്തപ്പുറത്തിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരുന്നു. ആശ്രയാണെങ്കിൽ താഴ്ന്ന് മരിച്ചിട്ടില്ലേ, ബോധമില്ലാണ്ട് കിടക്കാണ്, ഏറുകൊണ്ട് ബോധമില്ലാണ്ട് കിടക്കാണ്. 2 ആൾ അപ്പുറത്തപ്പുറത്തിരുന്നു. അവർ കഴിച്ചത് മയ്യത്താന്ന. കുറേ കഴിഞ്ഞപ്പോൾ ഒരുത്തിന് ഉറക്കം വന്നു. ഉറക്കം വന്നിട്ട് ഒരുത്തൻ ഉറക്കം വന്നാൽ എന്തെല്ലോ കളിക്കുമല്ലോ, വായെല്ലാം അങ്ങോട്ട് വളർന്നിട്ട് അടുത്തില്ലോണം തിന്നാൻ പോകുമ്പോഴേലും കാണും. അങ്ങനെ ഉണ്ട്, ഉറക്കം വരുന്നൊക്കെ സ്വഭാവമാണ്. അപ്പോൾ ഇവനിങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത്. മറ്റൊന്ന് ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നുണ്ടാ. അങ്ങനെ ചില തട്ടിപ്പിൻ്റെ ഉറക്കമുണ്ട്, ഒറിജിനൽ ഉറക്കമുണ്ട്, തട്ടിപ്പിൻ്റെ ഉറക്കമുണ്ട്. കണ്ടിട്ടുകൾ ചില ആൾ ബസ് കയറിയ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉറക്കും, കണ്ണും പൂട്ടി സീറ്റിൽ കിടന്നു കളിയും. അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ പോകുമ്പോൾ ചെറുങ്ങനെ തുറന്നു നോക്കും, എൻ്റെ വീടുണ്ടാ, ഇനിയും വിട്ടു. അങ്ങനെ കുറേ മുമ്പ് ചങ്ങായി എപ്പം ബസ്സിൽ ടിക്കറ്റ് എടുക്കില്ല. ഇയാൾ പണിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കമ്പിക്ക് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവില്ല, അതിങ്ങനെ എടുത്തിട്ട് നീട്ടിയിട്ട് ചുരുട്ടിയിട്ട് ബൈക്കൊക്കെ അടിച്ചു കൊടുക്കുന്നതിന്
ആള് കണ്ടായിരിക്കില്ല ടിക്കറ്റ് എടുത്തിട്ട് കിടക്കാന്ന് കണ്ടക്ടർ. ഇയാളെ ശരിക്കറിയുന്നൊരു കണ്ടക്ടർ ഉണ്ടായി. ആ ചങ്ങായി മെല്ലെ തോണ്ടി വിളിച്ചു. ഇയാളിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് കിടക്കുമ്പോൾ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, അജയരേ ഇന്ന് ചോപ്പാ ഞാൻ കൊടുത്തത്, ഇന്നിപ്പോൾ കടിച്ചത് പച്ചയാണ്, അത് മാറ്റിയിട്ട് വേഗം ചോപ്പെടുത്ത പറഞ്ഞു. അപ്പം അങ്ങനത്തെ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവന് ഉറക്ക് വന്നപ്പോൾ മറ്റും ചോദിച്ചാൽ എനിക്ക് ഉറക്ക് വരുന്നുണ്ടാ, എന്നാ നീ അങ്ങോട്ട് ഉറങ്ങിക്കോ. അവൻ രാജാവ് ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജാവ് ഇപ്പം പാതിരാക്കാൻ നോക്കല്ലേ നമ്മൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന്. അയാൾ കിടന്ന് ഉറങ്ങിയല്ലേ ഇത്, നീ പോയിട്ട് അങ്ങോട്ട് ഉറങ്ങടാ, ഞാനിവിടെ ഇല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കാൻ വരുമ്പോൾ ഞാൻ ഇന്നെ വിളിക്കാം, അപ്പം നീ എന്നാൽ മതി, ഞാൻ ഉറങ്ങാം. അല്ലാണ്ട് ഒന്നിച്ച് ഒരേപോലെ ഒന്നിച്ച് ജമായത്തായിട്ട് ഉറക്കം വരുന്ന ഏത് കിതാബിൽ പറഞ്ഞു നീ ഉറങ്ങിക്കോറും. ഇവൻ പറഞ്ഞപ്പോൾ മറ്റോ പോയി കുറച്ച് അപ്പുറത്ത് കിടന്ന് ഉറങ്ങി. ഇവൻ്റെ ആ ഉറക്കിൻ്റെ സ്റ്റൈല് കണ്ടിട്ട് മറ്റൊരു ഉറക്കം വന്നു. ചില ആൾ ഉറക്ക് കണ്ടാൽ നല്ല രസമാണെന്ന് കേട്ടാ. ആ സ്വബിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് സുഖാന്ന് ഉറങ്ങുന്ന കാണാൻ. എൻ്റെ രണ്ട് കൈയും തറവാട്ടിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു പുതപ്പം വെച്ചിട്ട് ഒരു ഉറക്കുണ്ട്. അത് സുഖമുള്ളൊരു ഉറക്കം. ആ സ്വബിക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് പുതപ്പം ഒന്നും കൂടി ഇടുക. അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുമ്പോൾ ഇവൻ പറയും അവന്നല്ല നമുക്ക് ഉറക്കം തന്നെയല്ലേ അറിയും. എന്നിട്ടാടെ അങ്ങനെ ഉറക്കും. അപ്പോ ഇവന്റെ ഉറക്കിന്റെ സ്റ്റൈല് കണ്ടപ്പോ മറ്റവനക്ക് ഉറക്കം വന്നു. അങ്ങനെ വിചാരിച്ച് എന്തിനാപ്പം വിളിക്കുന്നത്, മയ്യത്താട് കിടക്കൂലേ, ഇവനെ ആരെപ്പം എടുത്തോണ്ട് പോണ്ട്. ഇവൻ ഇപ്പുറത്തും കിടന്നുറങ്ങി, ഓരപ്പുറത്തും കിടന്നുറങ്ങി. പക്ഷെ ആസുറ മരിച്ചിട്ടില്ല. ആസുറാക്ക് പാതിരാത്രിയിൽ ബോധം തെളിഞ്ഞു. ഏറുകൊണ്ട് ബോധം പോയതല്ലേ, പൊട്ടി തൊലയൊക്കെ അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ബോധം വന്നപ്പോൾ ഇവിടെ കരയാൻ തുടങ്ങി. അപ്പം ഈ മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞ്, ഈ രാത്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കരയുന്നത് ചിലപ്പോൾ അടുത്തുള്ള കേൾക്കൂല, ദൂരെയുള്ള ആളാ കേൾക്കുക. അപ്പം മരുഭൂമിയിലൂടെ ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് കടയൊക്കെ പൂട്ടി, ആ പ്രഭു കച്ചവട പ്രഭുവാണ്, അയാള് തന്റെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് അതുവഴി ഇങ്ങനെ അതിവേഗം കുതിര ഓടിച്ചു പോവാണ്. കുതിര ഓടിച്ചു പോകുമ്പോൾ എവിടുന്നോ ഒരു പെണ്ണ് ഇങ്ങനെ കരയുന്ന സൗണ്ട് കിട്ടിയാൽ 4 ഭാഗം ഇങ്ങനെ നോക്കി. ഒറ്റക്ക് രാത്രി മരുഭൂമിയിൽ നമ്മളങ്ങ് പിന്നെ ഓടിയ ബൈക്ക് പുല്ല് മുളക്കൂല, ഒറ്റോട്ടായിരിക്കും. ഇയാൾ 4 ഭാഗം ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട്, പന്തം. ഇയാൾ മെല്ലെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കാഴ്ച കണ്ട് ഒരുത്തൻ അവിടെ കിടന്നുറങ്ങുന്നു, ഒരുത്തൻ ഇപ്പുറത്ത് ഉറങ്ങുന്നു. രണ്ടാൾക്കും സെന്ററിൽ ഒരു കുഴി, കുഴിക്കകത്തൊരു പെണ്ണ്. അതിന്റെ കുഴി തന്നിൽ അജബാലേ ഒരു പെണ്ണ്, അത്ഭുത താരയായ അതാ നോക്കുന്നേ. അതിന്റെ കുഴി തന്നിൽ അജബാലേ ഒരു പെണ്ണ്, അത്ഭുത താലയായാൽ അതാ നോക്കുന്നേ. പട്ടാളക്കാർ നല്ലുറക്കാണ്, ഒന്നും കേൾക്കൂലവരെന്നുറപ്പാണ്. മുന്തിയ പൈകിളി പെണ്ണാണ്, എന്നാൽ ചെയ്തതൊരുകൾ എന്താണ്. പട്ടാളക്കാർ നല്ലുറക്കാണ്, ഒന്നും കേൾക്കൂലവർ എന്നുറപ്പാണ്. മുന്തിയ പൈകിളി പെണ്ണാണ്, എന്നാൽ ചെയ്തതൊരുകൾ എന്താണ്. അറിയണം അതിനായി അവളെയും എടുക്കണം, ആഗതൻ കുഴിയിലെ കിറങ്ങിടുന്നേ. ഹദ്ദിന്റെ കുഴി തന്നിൽ അജബാലേ ഒരു പെണ്ണ്, അത്ഭുത താലയായാൽ അതാ നോക്കുന്നേ. അയാള് വന്ന് നോക്കുമ്പോ ആ ചെറിയ കുഴിക്കകത്ത്, ചെറിയ കുഴിയായിരിക്കും, വലിയ വിശാലമായ കുഴിയൊന്നും, ചെറിയ മരിച്ച മയ്യത്തിന് കബറടക്കിയിട്ട് പള്ളിയിൽ ഉസ്താദ് കബറിൻ്റെ അടുത്ത് ദ്വാരുന്ന പോലും, പടച്ചോനെ മരിച്ച മയ്യത്തിന് കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അപ്പൊ കബർ വെച്ചാൽ അപ്പുറത്തെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞാൽ പോരെ മൊയ്ലിയാറെ, ഞാൻ കുഴിക്കുമ്പം തന്നെ വിശാലായിട്ട് കുഴിക്കൂലേ. വിചാരിച്ചു കുഴിച്ച് വിശാലാക്കലാന്ന്. അപ്പൊ ചെറിയ കുഴി, അറ്റുകുഴി ചെറിയ കുഴിയാ. ആ കുഴിക്കകത്ത് ഇവിടെ ചുരുണ്ട് വീണിട്ടുണ്ട്. ഇവിടെ കരയുന്നത് മൂപ്പർക്ക് ഉറപ്പായി. മൂപ്പര് രണ്ടാളി നോക്കി, രണ്ടാൾ നല്ല ഉറക്കില്ല. മെല്ലെ കുഴിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ അങ്ങനത്തെ പൊക്കിയിട്ട് മേലെ കുതിരപ്പുറത്ത് വെച്ച് 2 എണ്ണത്തിന് നോക്കിയിട്ട് പറഞ്ഞു, ഉറങ്ങ മക്കളെ ഞാൻ വരുന്നത്. ഇയാൾ സ്ഥലം വിട്ടാണ്. ഇയാൾ കൊണ്ടുപോയി, ഇയാൾ കൊണ്ടുപോയിട്ട് ഇയാളെ വീട്ടിൽ പോയി വാതിലിന് മുട്ടി. ഭാര്യ വാതിൽ തുറന്നപ്പോൾ ഇയാൾ തിരിച്ചു കുതിരപ്പുറത്തേക്ക് ഓടി. ഈ ചോര ഒലിക്കുന്ന പെണ്ണിനെ എടുത്തിട്ട് തിരിച്ചിങ്ങ് വന്നു. ഭാര്യ വെച്ച് എന്തേത് മറിച്ച് എന്താ ഇത്, എവിടെ നിന്ന് കിട്ടി? ആ ഭർത്താനൊക്കെ പിന്നെ പറയുന്നത് കുറച്ച് വെള്ളം എടുക്കുന്നതാണ്. ഭാര്യ ഓടിപ്പോയി വെള്ളം എടുത്ത് അവിടെ കൊണ്ടുപോയി കിടത്തി. 2 ആളും കൂടി മുറിവൊക്കെ കഴുകി, വെള്ളം ഒഴിച്ച് കഴുകി, മരുന്നൊക്കെ വെച്ച് കെട്ടി. നിങ്ങൾ ചിന്തിക്ക്, ഭർത്താവ് ഒരു പെണ്ണിനെ എടുത്തിട്ട് രാത്രി വന്നപ്പോ ഭാര്യ കൂടെ നിന്നിട്ട് ശുശ്രൂഷിക്കുക.
നമ്മളാണ് രാത്രി ഒരു പെണ്ണിനെ എടുത്തിട്ട് പുരക്കേക്ക് പോയി നോക്കിയാട്ടെ, പിറ്റേന്ന് നമ്മളെ മയ്യത്തെടുത്ത് നാട്ടുകാർക്ക് ഇങ്ങനെ പോന്നതാണ്. വിടൂല, പെണ്ണുങ്ങൾ വിടൂല. അപ്പോൾ ഈ മരുന്നൊക്കെ വെച്ച് കെട്ടി ലെവലാക്കി ശരിയാക്കി കുടിക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇവിടെ കൊണ്ട് അകത്ത് കിടത്തി. എന്നിട്ട് പറഞ്ഞു, പിന്നെ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹദ്ദ് കുഴിയിൽ നിന്ന് കൊണ്ടുവരുന്നതാ, ജാലാക്കിൻ്റെ ചോദ്യം ചോദിക്കേണ്ട. ആ പെണ്ണ് നല്ല പെണ്ണ, നല്ല ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇവരിവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് അവിടെ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഹദ്ദ് കുഴീൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരാം. അവിടെ എന്താ കഥ അറിയോ? നേരം വെളുത്തപ്പോ ഈ ആദ്യം ഉറങ്ങിയവൻ ആദ്യം എഴുന്നേറ്റ്. അപ്പൊ അങ്ങനെ എഴുന്നേറ്റിരുന്ന് നോക്കുമ്പോൾ മറ്റവൻ അപ്പുറത്ത് തുടങ്ങി. ഇപ്പം അങ്ങനെ ചിന്തിച്ച്, ഈ പഹേനല്ലേ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനും കിടന്നുറങ്ങാ, ഇവനാ ഇരുന്നിടത്ത് വെച്ചിടാടാ നീ കിടന്നു. മറ്റവൻ അല്ല നീയല്ല എന്നെ വിളിക്കുന്നു പറഞ്ഞു, നീ കിടന്നുറങ്ങിയാ? അവൻ പറഞ്ഞപ്പോ എന്താ പ്രശ്നം എന്നാ? നീ ഉറങ്ങി, ഞാനും ഉറങ്ങി, മറ്റവൻ ചോദിച്ചു, എന്താടാ? എടാ മയ്യത്ത് കുച്ചിനഹി, മയ്യത്തില്ല. മറ്റവൻ ഓടി വന്ന് നോക്കും, മയ്യത്ത് കാണുന്നില്ല. റബ്ബേ എന്താ ചെയ്യാ? രാജാവ് വരുമ്പോ മയ്യത്ത് വേണ്ടേ? എടാ നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ ഉറങ്ങിയത്, ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിക്കൂലായിരുന്നു. ഇനിയിപ്പോ രാജാവ് വരുമ്പോ മയ്യത്ത് കാണാടുക്കുമ്പോ നമ്മളെ രണ്ട് മയ്യത്താക്കൂലേ? നീ പറഞ്ഞിട്ടാ ഞാൻ ഉറങ്ങിയത്, അതുകൊണ്ട് നീ ആ കുഴിയിൽ ഇറക്കി കിടക്ക്. ഇനി എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ആണും പെണ്ണും അല്ലാത്ത കൊലത്ത് ഞാൻ ആക്കി തരാം. അപ്പൊ ഇയാള് പറഞ്ഞു, ഇനി അതിനും ടൈമില്ല, അതാ വരുന്നാറിന്. അപ്പൊ അന്തർമാരും ചങ്ങായിമാരും കുറച്ച് പട്ടാളക്കാരും ചിരിച്ചോണ്ട് കയ്യെല്ലാം മുട്ടിയിട്ട് വരുന്ന സന്തോഷത്തില്. അപ്പൊ ഒരുത്ത മറ്റവനോട് പറഞ്ഞ്, നമ്മൾ അസ്രായില് കയ്യും മുട്ടി വരുന്നുണ്ട്. ഇവരിങ്ങനെ ഇരുന്ന് ചങ്ങായിമാരെല്ലാം വന്ന് അന്തർമാൻ മറ്റുള്ള പട്ടാളക്കാരോട് പറഞ്ഞു, കണ്ടടാ, കണ്ട് പഠിക്കടാ, ആത്മാർത്ഥമുള്ള പട്ടാളക്കാരാ, ആ ഉറക്കൊഞ്ഞ് ഇന്ന ക്ഷീണം കണ്ട മുഖത്ത് നിങ്ങൾ രണ്ടാളും ബേജാറാവണ്ട, എന്റെ വക നല്ല സമ്മാനമുണ്ട്. ഇവര് പറഞ്ഞ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അതിന് മോശമൊന്നുമില്ല. എന്നിട്ട് രണ്ട് പട്ടാളക്കാരോട് അന്തർമാൻ പറഞ്ഞു, അവർ ക്ഷീണിച്ചിട്ടുണ്ടോ, നിങ്ങൾ പോയിട്ട് ആ മയ്യത്തെടുക്കുന്നു. ഇവര് കുഴീന്റെ അടുത്ത് വന്ന് താഴേക്ക് നോക്കി പറഞ്ഞു, രാജാവേ മയ്യത്തില്ല. മയ്യത്തില്ലാന്ന് ശരിക്കും നോക്കടാ. ഒരുത്തം പറഞ്ഞ് ശരിക്കും നോക്കാൻ സൂചന മയ്യത്താ, മനുഷ്യന്റെ മയ്യത്തല്ല, ഉണ്ടെന്ന് കാണൂലേ? അന്തർമാൻ വന്ന് നോക്കുമ്പോ കുറച്ച് ചോരയുണ്ട്, മയ്യത്തില്ല. അബ്ദുറഹ്മാൻ ഇവരോട് ചോദിച്ചു, മയ്യത്തെവിടെ? രണ്ടും ഉണ്ടെന്നില്ല. മയ്യത്തെവിടെടാ? രണ്ടിനെയും പിടിച്ചു പൊക്കി ബാളിങ്ങിട്ട് വലിച്ചു. മയ്യത്തെവിടെടാ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഇന്നലെ രാത്രി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ മയ്യത്ത് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അസ്സലാമു അലൈക്കും നട്ട് പോയി. സലാം മടക്കുമ്പോ ഇന്റെ ഉപ്പാനോട് മടക്കുന്നിട്ട് ഒറ്റപ്പോയി. അപ്പൊ അബ്ദുറഹ്മാൻ ചോദിച്ചു, നീ ഉറങ്ങിയല്ലടാ? ഓൻ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി, ഞാൻ പറയാണ്ട് ഓൻ ഉറങ്ങിയാണ്. അപ്പൊ അബ്ദുറഹ്മാൻ പറഞ്ഞു, ഈ രണ്ട് പഹയന്മാർ ഉറങ്ങിയപ്പോ വല്ല കാട്ടുമൃഗങ്ങളും വന്നിട്ട് മയ്യത്ത് കടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇവൻ മറ്റവനോട് പറഞ്ഞു, നല്ല കാട്ടുമൃഗം എന്തേ? മേലെ കിടക്കുന്ന നമ്മളൊന്നും ചെയ്യാണ്ട് താഴ്ന്ന് മയ്യത്ത് മാത്രം കൊണ്ടുപോയില്ലേ? കാട്ടുമൃഗത്തിന് സമ്മാനം കൊടുക്കേണ്ടത്. ഇവർ രണ്ടീ പിടിച്ചു കെട്ടി മയ്യത്തിന് അന്വേഷണം തുടങ്ങി, കൂലങ്കശമായ അന്വേഷണം. മയ്യത്ത് കണ്ടില്ല. മയ്യത്ത് കാണാൻ വന്ന നാട്ടുകാരോട് പറഞ്ഞ്, പട്ടാളക്കാർ ഉറങ്ങിയിട്ട് മയ്യത്ത് കാട്ടുമൃഗക്കാരൻ കടിച്ചുകൊണ്ടിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, നാളെ വാന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞു വിട്ടു. രാത്രിയായി. അന്തർമാനും 4 ചങ്ങായിമാരും ഭയങ്കര ചർച്ച ഉണ്ടാക്കൂ. അന്തർമാൻ പറഞ്ഞു, ഇന്ന് മയ്യത്ത് കാണാൻ വന്നിട്ട് നാട്ടുകാർ തിരിച്ചുപോയ പോലെ നാളെ പോകില്ല. നാളെ മയ്യത്ത് കണ്ടില്ലെങ്കിൽ 5 മയ്യത്ത് കാണാണ്ട് ഓർ പോകില്ല, നമ്മൾ 5 മയ്യത്ത് എന്താക്കൂ? അപ്പൊ ഒരുത്തൻ പറഞ്ഞ്, മയ്യത്ത് കിട്ടി. എപ്പോ? എന്റെ കാക്ക കിട്ടിയിട്ടൊന്നുമില്ല, കിട്ടിയെന്ന് പറയാ. ഞാൻ വെച്ച് കിട്ടിപ്പോയി, എന്നൊരു ക്ലൂ വരണ്ടേ? ഞാൻ വെച്ച് കിട്ടി. എന്ത് പറഞ്ഞാലും ഒരു ക്ലൂ കൊടുക്കേണ്ട കാലത്താണ് നമ്മൾ വർത്താനം. എന്ത് ഇപ്പൊ നിങ്ങൾ കുട്ടികളോട് ചോദ്യം ചോദിച്ചു നോക്കിയട്ടെ. ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ കുരുട്ട് ബുദ്ധിന്റെ നേതാക്കന്മാരാണ്. അലാക്കിന്റെ ബോളുകാന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക്. കുട്ടികൾ നിങ്ങൾ ചോദ്യം ചോദിച്ചു നോക്കിയട്ടെ കുട്ടികളോട്. മക്കളെ ഇതിൻ്റെ ഇടയിൽ ഒരു മാഷ സ്കൂളിൽ നിന്ന് കുട്ടികളോട് ഒരു പെണ്ണിനോട് ചോദിച്ചു, മോളെ ബുഷറ, ഇൻ്റെ ഉപ്പാന്റെ പേരെന്ത്? അപ്പൊ ഇവള് ക്ലൂ ഉണ്ടാ മാഷേ? മാഷ പറഞ്ഞ് ക്ലൂ ഉണ്ട്, ഇൻ്റെ ഉമ്മാന്റെ മാപ്പിള പറഞ്ഞു. ഏറ്റവും വലിയ ക്ലൂ. അപ്പോഴാ ഒക്കെ മനസ്സിലായത് ഉപ്പാനെ കുറിച്ചാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ മക്കൾ TV കണ്ട് 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 മണ്ട മരവിച്ചു പോയി. ഇനി എന്ത് ചോദിച്ചാലും ഉത്തരം കൂട്ടണോ? കുരുട്ട. നബിദിനത്തിന് ചെക്കനോട് ചോദിച്ചു, അവസാനത്തെ നബി ആര്? ചെക്കൻ ഉത്തരം എഴുതി വെച്ചിട്ട് ഗുലാം നബി ആസാദ്. അതാ ഞാൻ പറഞ്ഞ കുരുട്ട് ബുദ്ധിനെ. അയാളുടെ പേരിലുണ്ട് നബി, അതുകൊണ്ട് ഗുലാം നബി ആസാദ്. അപ്പൊ ഇവിടെ
ഇവര് മയ്യത്ത് കാണാതെ എന്താക്കുമെന്ന് വെച്ചാൽ പൊരുത്തം പറഞ്ഞ് നമുക്ക് ഒരു കബറ് കുഴിക്കുക, എന്നിട്ട് മയ്യത്ത് മൃഗങ്ങൾ കടിച്ച് കീറിയിട്ട് കാണിച്ചു തരാൻ പറ്റാത്ത കോലത്തിലായി പോയി എന്നിട്ട് കബറടക്കി എന്നിട്ട് ഒരു കബറുണ്ടാക്കാറ്. അതേ ഇപ്പൊ രക്ഷോളൂ എന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ ചെയ്യാറ്. പാതിരാക്കി 5 പേരും കൂടി ഒരു കബറുണ്ടാക്കി. പിറ്റേന്ന് മയ്യത്ത് കാണാൻ വേണ്ടി വന്നവരോട് പറഞ്ഞു, മൃഗങ്ങൾ കടിച്ച് ചിന്ന ഭിന്നമാക്കി കഷ്ണം കഷ്ണാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റാത്ത കോലത്തിലായിപ്പോ ഞങ്ങൾ കബറടക്കിയിട്ടുണ്ട്, പോയി സിയാറത്ത് ചെയ്തിട്ട് പോകാറ്. നാട്ടുകാരെല്ലാം കൂടി ഇല്ലാത്ത കബറിന്റെ അടുത്തൊരു വല്ലാത്ത സിയാറത്ത് നടത്തിയിട്ട് പോയി. ആസുരന്റെ കഥ എന്താ? വീട്ടിൽ സുഖം പ്രാപിക്കണം. ഇവരുടെ കബർ വെച്ചപ്പോ ആസുര പ്രഭുവിന്റെ വീട്ടിൽ സുഖം പ്രാപിച്ചു. 1-2 മാസം കഴിഞ്ഞു. പഴയ സൗന്ദര്യത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. എന്നാലും വല്ലാത്തൊരു സങ്കടമാണ് ഓർക്കുമ്പോ. എപ്പോഴെങ്കിലും മൂലക്കൊക്കെ ഇരുന്ന് കരയും. ഒരു ദിവസം ഈ പ്രഭു അത് കണ്ടിട്ട് സങ്കടായി. പ്രഭു മെല്ലെ പോയിട്ട് പറഞ്ഞു, മോളെ നിനക്ക് ആരുമില്ല എന്നുള്ള വേചാറൊന്നും വേണ്ട, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ മംഗലം കഴിച്ചോളാം. എന്റെ മണവാട്ടിയാവാൻ വരുമോ? മലർമയിൽ വിരിഞ്ഞിടും പനിനീർ മധുചഷകം നീ തരുമോ? മണിമുത്തമുഖിയാളെ എന്റെ മണവാട്ടിയാവാൻ വരുമോ? മലർമയിൽ വിരിഞ്ഞിടും പനിനീർ മധുചഷകം നീ തരുമോ? പൊന്നു പോലെ പോറ്റാം നിന്നെ പുന്നാരക്കനി, സ്വന്തമാക്കി മാറ്റട്ടെ ഞാൻ നിന്നെ പൈകിളി. പൊന്നുപോലെ പോറ്റാം നിന്നെ പുന്നാരക്കനി, സ്വന്തമാക്കി മാറ്റട്ടെ ഞാൻ നിന്നെ പൈകിളി. പറയൂ നീ പോരുകയില്ലേ, അകതാരിലാശയുമില്ലേ? പറയൂ നീ പോരുകയില്ലേ, അകതാരിലാശയുമില്ലേ? മണിമുത്ത് മുഖിയാളെ എന്റെ മണവാട്ടിയാവാൻ വരുമോ? മലർമയിൽ വിരിഞ്ഞിടും പനിനീർ മധുചഷകം നീ തരുമോ? അതെ, ഈ പെണ്ണിനോട് പോയിട്ട് പറഞ്ഞു, നീ ബേജാറാവണ്ട, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ മംഗലം കഴിച്ചോളാം. അപ്പൊ അവള് പറഞ്ഞു, സഹോദര, ഹദ്ദ് കുഴി തന്നെ എടുത്തുകൊണ്ട് വന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് നല്ല കൂലിയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, അതുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കൽ പോലും എനിക്ക് ഹറാമാണ്. വേറൊരാളെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കലും ഒരു ഹറാമാണ്. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ്. അപ്പൊ പ്രഭു പറഞ്ഞു, മോളെ ഞാനത് അറിയില്ലല്ലോ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ, എന്നോട് നീ ക്ഷമിക്ക്. ഒരു കാര്യം ചെയ്യും, നീ എന്റെ പെങ്ങളെ പോലെ എന്റെ സഹോദരിയെ പോലെ എനിക്ക് ഇഷ്ടമുള്ള കാലം വീട്ടിൽ കൂടാ, എന്നെ കൊണ്ടൊരിടങ്ങാറ് എനിക്ക് ഉണ്ടാവില്ലാറ്. അയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ അയാളല്ല അവിടുത്തെ പ്രശ്നം. അവിടെ ഒരു വേലക്കാരനുണ്ട്, മഹാഹംക്ക്. ഇവളെവിടെയുണ്ടോ ഇവൻ അവിടെ ഉണ്ട്. ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യ കോല. എവിടെ ഇവളുണ്ടോ ബാക്കിൽ ഇവൻ പോകും, മെല്ലെ വെറുതെ വിളിക്കും. വല്ലാണ്ട് ഇടങ്ങാറ് ഇവനെ കൊണ്ടായപ്പോ ഇവളൊരു ദിവസം പറഞ്ഞു, നീ എന്നെ വല്ലാണ്ട് ഇടങ്ങാറാക്കണ്ട, പ്രഭു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, നിന്നെ ജോലി ഇന്ന് പിരിച്ചു കൊടുക്കണം. അപ്പൊ ഇവൻ ചൂടായി. ഇവൻ പറയും, ജോലി ഇന്ന് പിരിച്ചു വിടാൻ ഞാൻ എന്തായാലും കയറാ, എനിക്കാ കാണിച്ചു തരാറ്. രണ്ടാളും കൂടി പറഞ്ഞ് തെറ്റിയ പാസറമല്ല ഊരി. ഇവനോട് വർത്തമാനം ശരിയാവില്ലെന്നാണ്. പക്ഷെ ഇവന്റെ കൽബിൽ പ്രതികാരം കണ്ട് കൂടി, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാണ്ട് വിടലാണല്ലേ, ഒരു പാഠം ഞാൻ തന്നെ പഠിപ്പിക്കുന്നു. പാഠം പഠിക്കാൻ ഇതിൻ്റെ ഇടയിൽ ബുക്കിൻ്റെ ഉള്ളിൽ മൊബൈൽ വെച്ചിട്ട് ചെക്കൻ ഉപ്പാട് പഠിക്കടാറ്. ഇവൻ ബുക്കിൻ്റെ ഉള്ളിൽ മൊബൈൽ വെച്ചിട്ട് വാട്സപ്പിൽ കളിക്കുന്നു. അപ്പൊ ഉപ്പ വെച്ച്, എന്താണ് പുസ്തകത്തിന്റെ ഇടയിൽ ഒരു വെളിച്ചം? ഇവൻ പറഞ്ഞു, ഇതാണ് ഉപ്പ അറിവിന്റെ വെളിച്ചം. അങ്ങനത്തെ മക്കളുണ്ട്. അപ്പോ ഈ ഒരു പാഠം നിന്നെ പഠിപ്പിക്കാണ്ട് വിടില്ല, ഉറപ്പുന്ന. ഒരു ദിവസം പ്രഭു കച്ചവടത്തിന് പോയ സമയം, ആരുമില്ല, ഉച്ച സമയമായി. ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ബിബി ആസുറ അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി പുറത്ത് കിണറിൻ്റെ അടുത്തും പോയി. കിണറിൻ്റെ അടുക്കൽ അലക്കാൻ പോയി. അലക്കാൻ തന്നെയല്ലേ പറയാ, എന്താ പറയാ, അലക്കന്നെ അല്ല, ഞാനത് എന്തേ നനക്കുന്ന്, അങ്ങനെ നനക്കുന്ന് അല്ല ഞാൻ പറയാൻ കാരണം ചില സ്ഥലത്ത് ചില ഭാഷ മാറ്റായിരിക്കും. ഭാര്യക്ക് ഭാര്യ എന്നാ നമ്മളെല്ലാം പറയാം. എവിടെയും ഭാര്യ എന്നല്ലേ പറയാ. മംഗലാപുരം അങ്ങോട്ട് പോയാൽ പെച്ചായി എന്നല്ലേ പറയാ. പെച്ചായി അല്ലേ, പെഞ്ഞായിയോ? അതന്നെ പെഞ്ഞായി. പേട്ടൊക്കെ അങ്ങോട്ട് കൊടക് പോയാൽ പറയും തിരിയാൻ.
ഞാൻ ചോദിച്ചു എന്തേ ഭാര്യയ്ക്ക് പറയാൻ ഒരു പറഞ്ഞ് തിരിയാൻ. അവനെ കുറേ കാലം എൻ്റെ കൂടെ കിടക്കുന്നത് ഇതുവരെ തിരിഞ്ഞിട്ട് എന്ന സാധനമാണ്. അവൻ ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ്. അത് ഞാൻ പറയാം. നമ്മൾ പുലിക്ക് പുലി എന്ന് പറയും, മംഗലാപുരത്ത് പിലി എന്ന് പറയും. ഇന്നേടിയ മക്കളെ നന്നാകുക, മക്കൾക്ക് കുലിക്കല് ഇത് തൊട്ടിലും അങ്ങനെ തന്നെയാ. അകത്തല്ല തൊട്ടില്ല, ആ കുലിക്കുന്ന സ്പ്രിങ്ങിലെ തൊട്ടില്ല. അതങ്ങോട്ട് വലിച്ചളക്കിയിട്ട് ഉമ്മാക്ക് വേണമെങ്കിൽ കാസർഗോഡ് അങ്ങാടിയിൽ പോയിട്ട് വരാം. ഈ കുഞ്ഞ് ഈ തൊട്ടിൻ്റെ അകത്തുനിന്ന് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അസ്സലാമു അലൈക്കും അങ്ങനെ കളിച്ചു. ഇതാ അപ്പോഴത്തെ കാലത്തെ മക്കളെ കഥ എന്നാ പറയുന്നത്. ഏതായാലും ഈ കുട്ടീനെ തൊട്ടിൽ കിടത്തി ഉറക്കിയിട്ട് ഉമ്മ തൊട്ടെടുത്ത് കയ്യെന്നുടൽ താഴേക്ക് വീണു. അതോടനുബന്ധിച്ച പെണ്ണ് മറുഭാഗത്തേക്ക് വീണ് പൊട്ടിക്കറിയാൻ തുടങ്ങി. ചോരയിൽ കുതിർന്നുള്ള പൊന്നും കുരുന്നീനെ ശോകമായി മാതാവന്ന് നോക്കുന്നേ. മൂകത തളം കെട്ടി നിൽക്കുമവിടുത്തിൽ കാരണക്കാരായോരെ തേടുന്നേ. കാരണക്കാരായോരെ തേടുന്നേ. ചോരയിൽ കുതിർന്നുള്ള പൊന്നും കുരുന്നിനെ ശോകമായി അവരെല്ലാം നോക്കുന്നേ. മൂകത താളം കെട്ടി നിൽക്കുമവിടത്തിൽ കാരണക്കാരായോരെ തേടുന്നേ. കാരണക്കാരായോരെ തേടുന്നേ. ഉമ്മ ബോധമില്ലാതെ മറുഭാഗത്തേക്ക് വീണു. അവളുടെ നിലവിളിയും കരച്ചിലും കേട്ട് ആസുറ ഓടി വന്നു. രണ്ടുപേരും ഒന്നിച്ചു കരയാൻ തുടങ്ങി. അയൽവാസികളും ഓടിക്കൂടി. ഉടലില്ലാതെ തലയില്ലാതെ കിടക്കുന്ന ഉടൽ കണ്ടപ്പോ അയൽവാസികൾ പോലും ഞെട്ടി വിറച്ചുപോയി. ഓടി വന്ന ചെറുപ്പക്കാർ തൊട്ടിൽ നിന്ന് തലയെടുത്തു. കുഞ്ഞിന്റെ ഉടലും ചേർത്ത് ഒരു ഭാഗത്ത് വെച്ച് തുണിയിട്ട് മൂടി. ചോരയിൽ വെള്ളം ഒഴിച്ചു കഴുകി. ആരാണ് ഈ കുഞ്ഞിനെ കൊന്നത്? വന്നവർ ചോദിക്കുന്നത് ആരാണ് ഈ കുട്ടിയെ കൊന്നത്? ആർക്കാണ് കുഞ്ഞിനോട് അലിവില്ലാതെ ഇത്രമാത്രം കൊലപാതകം ചെയ്യാൻ തോന്നിയത്? അന്വേഷണം വ്യാപകമായി. അന്വേഷണത്തിന്റെ ഭാഗമെന്ന വണ്ണം വളരെ തന്ത്രപൂർവ്വം ഈ വേലക്കാരൻ ജനങ്ങളെ എന്തിനെന്റെ ചോരപ്പത്തിൽ നീ കൊന്നു? എന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ പൊറുക്കാൻ നിനക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരു വിവരം എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്റെ കുഞ്ഞിനെടുത്ത് പോയിക്കൊള്ളായിരുന്നല്ലോ. എന്തിനാടി എന്റെ പൊന്നുമോനെ നീ കൊന്നത്? ആസുറ പറഞ്ഞു, താത്ത ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ കള്ളം പറയാൻ. പക്ഷെ ഒരു കുട്ടി മരിച്ചൊരു ഉമ്മാന്റെ കൽബിൽ പെട്ടെന്ന് ആ വാക്ക് പോകൂല. അവൾ ആഞ്ഞടിച്ചു. വിവരം പറഞ്ഞ അവളുടെ ബന്ധുക്കൾ കൂടി വന്നു. പിന്നെ അവരായി അടി. ഒറ്റക്കാ പോണത്. പണം നിനക്ക് ഉപകരിക്കും, പണം വാങ്ങണം. ഒരു സഹോദരൻ തരുന്ന പോലെ കരുതണമെന്ന് പറഞ്ഞപ്പോ രണ്ട് കയ്യിൽ നീട്ടിയ പണം അവൾ വാങ്ങി. പിന്നെ ആരോടും ഒന്നും പറയാതെ മരുഭൂമിയിലേക്ക് ആ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് അവൾ ഇറങ്ങി അങ്ങ് നടന്നു. ഒറ്റക്ക് ഏകയായി. അവൾ എങ്ങോട്ടാണ് പോണത്? കൂട്ടിനായി പടച്ചോനല്ലതില്ല, കൂട്ടരോ നല്ല കൂട്ടിനുമില്ല. ഏകയായി ദുനിയാവിന്റെ മാറിൽ ബീവിയും തനിയേത നേരിൽ. കൂട്ടിനായി പടച്ചോനല്ലതില്ല, കൂട്ടരോ നല്ല കൂട്ടിനുമില്ല. ബീവിയും നടക്കൊണ്ടതിവേഗം വിധിയിൽ കുഴപ്പം വത നേരം. ചെന്നു നിന്നിതചാരയും ബീബി വിട്ടിയാ കടമൊക്കെയും തേവി. ബീവിയും നടക്കൊണ്ടതിവേഗം വിധിയിൽ കുഴപ്പം വത നേരം. ചെന്നു നിന്നിതചാരയും ബീബി വിട്ടിയാ കടമൊക്കെയും തേവി. ഏകയായി ദുനിയാവിന്റെ മാറിൽ ബീവിയും തനിയേ ഇത നേരിൽ. കൂട്ടിനായി പടച്ചോനല്ലതില്ല, കൂട്ടരോ നല്ല കൂട്ടിനുമില്ല. ഒറ്റക്കവൾ ഇറങ്ങി നടന്നു. ആ പ്രഭു കൊടുത്ത പൈസയും കയ്യിൽ പിടിച്ചവൾ മുറുക്കി നടന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോ ഒരു ചെറിയ ടൗണിലെത്തി. ആ ടൗണിൽ കണ്ട കടയിൽ കയറി അവൾ ചില സാധനങ്ങൾ വാങ്ങി. ആ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു കറുത്ത പെട്ടിയും വാങ്ങി. ആ പെട്ടിക്കകത്ത് സാധനങ്ങളൊക്കെ വെച്ച് വീണ്ടും ഇറങ്ങി നടന്നു. ആ അങ്ങാടി അവസാനിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ ദയനീയമായ ഒരു കരച്ചിൽ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കുറേ മനുഷ്യന്മാരിങ്ങനെ കൂടി നിൽക്കുകയാണ്. അവർക്ക് മധ്യത്തിൽ വെച്ചിട്ട് ഒരു പുരുഷൻ, ഒരു ആണുങ്ങൾ കരയാണ്, എന്നെ കൊല്ലുന്നത്, എനിക്ക് ആരുമില്ല, ഒന്ന് രക്ഷപ്പെടുത്തുക. അത് അവഗണിച്ചു പോകാൻ അവൾക്ക് പറ്റിയില്ല. അവൾ മെല്ലൊന്ന് വെറുതെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ അവിടെ കിടത്തിയിട്ട് അവൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് വേറൊരുത്തം കുത്തിയിരുന്നിട്ട് ഇടിച്ച് എൻ്റെ കൂമ്പ് കലക്കണം. അടി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ തല്ലാണ്.
അടിക്കുന്നവന് സപ്പോർട്ട്, കൊള്ളുന്നവന് ഒരു മഹ്ലൂക്ക് സപ്പോർട്ടില്ല. അടിക്കുന്നവനെ വിളിച്ചിട്ട് ഒരുത്തം പറയുന്നത് അവൻ്റെ ഇപ്പുറത്തെ സൈഡ് കൊടുക്കടാ, അവിടെ കിട്ടിയില്ല, ഞാൻ കുറേ സമയം നോക്കുന്നു. സെൻട്രൽ ഓഫീസർ 5 എണ്ണം കൊടുക്കും, ഇപ്പുറത്ത് 3 എണ്ണം കൊടുക്കും. ഇവർ പറയുക ഓൻ തല്ല, മറ്റോൻ കരിയ. സൈകട്ട പാസർ ചോദിച്ചു, അല്ല എന്തിനാ ഒരു പാവത്തിന് അടിച്ചു കൊല്ലുന്നത്? അപ്പൊ അടിക്കുന്നവൻ പറഞ്ഞു, ആരടാ പറഞ്ഞത് പാവം? ആസറ പറഞ്ഞു, ഞാനാണ്. ഓ നീ പെണ്ണാ, ഇതാ പാവം. ഈ ഹംക 300 ദീനാറിനോട് കടം വാങ്ങിയിട്ട് 360 ദിവസമായി എന്നെ കാണുമ്പോൾ മുങ്ങുന്നു. അതുകൊണ്ട് ഇവനെ ഇന്ന് ഞാൻ വിടൂല, 600 അടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ വിടൂല. അപ്പൊ ആസറ പറഞ്ഞു, നീ ഇങ്ങനെ തല്ലല്ല, അടിച്ചിട്ട് മരിച്ചാണ്ട പൈസ വെച്ചു. പൈസ ഒന്നും വേണ്ട, അടിച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. അപ്പൊ പറഞ്ഞു, അവനെ തല്ലിക്കൊല്ലല്ല, അവൻ തരാനുള്ള 300 ഞാൻ തരാം. എന്റെ 300 കൂട്ടിയാ ഞാൻ വിടാറ്. ഇവളാ പ്രഭു കൊടുത്ത പൈസയിൽ നിന്ന് സാധനം വാങ്ങിന്റെ ബാക്കി 300 ദീനാർ എണ്ണി കൊടുത്തു. പൈസ ഇട്ടപ്പോൾ ചങ്ങായി അടിയർത്തി എഴുന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. ഒരു നല്ലത് ചെയ്ത ചാരിതാർത്ഥ്യത്തോടെ അല്ലാഹുവേ നീ എനിക്ക് ഖൈർ തരണേ എന്നിട്ട് പെണ്ണ് അങ്ങ് നടന്നുപോയി. കുറേ നടന്ന പെണ്ണ് ബേക്കെന്ന് ആരോ വിളിക്കുന്നു, ഏ പെണ്ണേ, ബീബി മഹിളേ, ഒന്നവിടെ നിൽക്കണേ, നിൽക്കണേ നിങ്ങൾ ശുക്രോദുവാ. ഏ പെണ്ണേ ഒന്നവിടെ നിൽക്ക്. ആശ്രമങ്ങൾ നോക്കുമ്പോണ്ട് ഒരു ചങ്ങായി ഓടി വരുന്നു, അവിടേക്ക് അവിടേക്ക് അവിടേക്ക്. ശരിക്കും നോക്കുമ്പോൾ ഇതാര സാധനം എന്നറിയോ? ഈ അടികിട്ടിയവൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഒന്ന് നിൽക്ക്. എന്തേന്ന് വെച്ചു? ഞാൻ ശുക്ർ പറയാൻ വന്നതാ, ശുക്ർ പറയാൻ, നന്ദി പറയാൻ. ആ ശുക്ർ. ചിലപ്പോ ഗൾഫിലെല്ലാം പണിക്ക് പോയിട്ട് അറബിന്റെ വീട്ടിൽ ഒരു മലയാളി പണിക്ക് നിന്നിട്ട് പൈസ മാറ്റി 500 അറ്റം മാറ്റി നിർഹമാന്നേ, നമ്മളെ പഴയ ഗാന്ധിയല്ല. അറബി വരുമ്പോൾ ഇപ്പം മലയാളത്തിൽ പറഞ്ഞ്, പിന്നെ അസ്സലാമു അലൈക്കും, ഒരു 500 ഞാൻ പൊക്കിയിട്ടുണ്ട് പൊരുത്തപ്പെട്ടേർ. അറബി വിചാരിച്ച അറബിനെ കുറിച്ച് എന്തോ നല്ല പറഞ്ഞത്. അറബി പറഞ്ഞു, ശുക്രല്ലക അൽഹംദുലില്ലാ, ശുക്രല്ലക അൽഹംദുലില്ലാ, നിനക്ക് നന്ദി, അല്ലാഹുക്ക് സ്തുതി, എൻ്റെ 500 നീ പൊക്കീന്. ഇനി ഏത് മലയാളിയാ പൊക്കാണ്ടിരിക്കുക? അപ്പോ ഇവൻ പറഞ്ഞു ശുക്ർ പറയാൻ വന്നതാണ്. അപ്പൊ അവള് പറഞ്ഞു, ശുക്ർ നീ എന്നോടല്ല പറയേണ്ടത്, റബ്ബിനോട് പറ. ഇവൻ പറഞ്ഞു, ഞാനത് മലന്ന് പറഞ്ഞിട്ട് പടച്ചവനോട് പറഞ്ഞു, ബാക്കി എന്നോട് പറയാൻ വന്നതാ. ശരി, നിന്റെ ശുക്ർ ഞാൻ സ്വീകരിച്ച്, നീ പോ. ഞാൻ പോകാൻ വന്നതല്ല, ഞാൻ നിന്റെ കൂടെ വരാൻ വന്നതാ. വരാന്ന് മോഹിച്ചു പിന്നെ വരാതിരിക്കാമോ? വരാന്ന് മോഹിച്ചു പിന്നെ വരാതിരിക്കാമോ? വരാതിരുന്നാലോ എന്റെ വിചാരമേ പോമോ? വിചാരമേ പോമോ? എന്റെ വിചാരമേ പോമോ? കണ്ണിൻ കുളിരല്ലേ നീ, കരളിൻ നിനവല്ലേ? കണ്ണിൻ കുളിരല്ലേ നീ, കരളിൻ നിനവല്ലേ? മാധുര്യമേറും നീക്കായി കൂട്ടിനൊരാളില്ലേ, കൂട്ടിനൊരാളില്ലേ, ഇന്ന് കൂട്ടിനൊരാളില്ലേ? വരാന്ന് മോഹിച്ചു പിന്നെ വരാതിരിക്കാമോ? വരാതിരുന്നാലോ എന്റെ വിചാരമേ പോമോ? വിചാരമേ പോമോ? എന്റെ വിചാരമേ പോമോ? അവൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാൻ തന്നെ വന്നതാ. അവള് ചെന്തിന്, ഒരു പെണ്ണ് ഒറ്റക്ക് പോകാൻ പാടില്ല, ഇടങ്ങാറാവും, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ വരികയാണ്. ഇവള് പറഞ്ഞപ്പോ നീയല്ലേ ഏറ്റവും വലിയ ഇടങ്ങാറ്, നീ വരണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കൊള്ളാറ്. ഇവൻ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഞാൻ നിന്റെ കൂടെ വരുന്ന. ഇവൻ കൂടെ ഉണ്ട് എന്നപ്പോ ഇവള് നടക്കാൻ തുടങ്ങി, ഇവനും കൂടെ നടക്കാൻ തുടങ്ങി. ഇവൻ കൂടെ നടക്കുമ്പോൾ ഓൾ ഓടാൻ തുടങ്ങി, ഇവൻ ഓടാൻ തുടങ്ങി. ഓള് സ്പീഡിൽ ഓടി. അപ്പൊ ഇവൻ വിളിച്ചു പറഞ്ഞു, നീ എത്ര സ്പീഡിൽ ഓടിയിട്ടും കാര്യമില്ല, കാരണം പൈസ കൊടുക്കാനുള്ള ആളെ കാണുമ്പോൾ ഞാൻ ഓടുന്ന ഒരു ഓട്ടമുണ്ട്, അത്ര സ്പീഡ് എന്തായാലും എനിക്കുണ്ടാവില്ല. അവസാനം 2 ആളും കൂടി ഓടിയിട്ട് കടപ്പുറത്തെത്തി, കടപ്പുറത്തോട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴാണ് കടലിൽ ഒരു പായക്കപ്പൽ നിർത്തിയിട്ട് കപ്പിത്താൻ കടപ്പുറത്ത് കാറ്റും കൊണ്ടിരിക്കുകയാണ് ഒരു പാറപ്പുറത്ത്. ഇയാളിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഒരു പെണ്ണിനെ ഓടിക്കുന്ന ഒരുത്തൻ. ഇയാളിങ്ങനെ ചിന്തിച്ചിട്ട് നട്ടുച്ചക്കൊരു പെണ്ണിന്റെ ബേക്കിൽ ഒരുത്തൻ ഓടിയേ, ഭയങ്കര കുതിർത്തല്ല ഇത്. ഇപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, സഹോദരാ എന്നെ രക്ഷപ്പെടുത്തി, എന്റെ ബേക്കിൽ ഒരു ഹം കൂടുന്നിട്ടാർ. കപ്പിത്താൻ പാറപ്പുറത്ത് നിറക്കി, നീ ഇങ്ങോട്ട് കയറി, ഇപ്പൊ നിൽക്കാൻ പിടിച്ചപ്പുറത്ത് നിർത്തി. ഇവൻ ഓടി വന്നു. ഓടി വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, കഹാം ജാത്താ ഹേ? ഇവൻ പറഞ്ഞു, അയാം പോട്ടാ ഹേ. എങ്ങോട്ട് പോകാൻ? നീ എന്തിനാടാ ഈ പെണ്ണിന്റെ ബാക്കിലോടുന്ന്? ഇവൻ പറഞ്ഞു, പെണ്ണ് മുന്നിലോടിയിട്ട്. മുന്നിലോടിയല്ലേ ഇവന്റെ ബാക്കിലോടില്ലേ? ഈ പെണ്ണിന്റെ ബാക്കിലോടാൻ ഈ പെണ്ണിന്റെ ആരാ നീ ആരാന്ന് വെച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ ഇവളെന്റെ വീട്ടിൽ അടിമ സ്ത്രീയാണ്, പെട്ടിയിലങ്ങടിൽ ഒളിച്ചോടുന്നതാണ്.
അപ്പൊ ആ സുറാന്റെ സൗന്ദര്യം ഓടുന്നോട്ടത്തിൽ പറഞ്ഞ മക്കളെല്ലാം കഴിഞ്ഞിട്ട് ഓടുകയല്ലേ. ആ മുഖം കണ്ടപ്പോ കപ്പിത്താൻ പറഞ്ഞു, ഇത്ര സ്റ്റൈലുള്ള പെൺകുട്ടി അടിമ സ്ത്രീയോ? ഇവൻ പറഞ്ഞു, എന്തേ സംശയോ? എന്റെ വീട്ടിൽ വേറൊരു അടിമ സ്ത്രീ ഉണ്ട്. ആ അടിമ സ്ത്രീയിൽ എന്റെ ഉപ്പാക്ക് പറഞ്ഞ മോളായി ഇവള്. എന്റെ ഉപ്പ നല്ല സ്റ്റൈലുള്ള മനുഷ്യനായതുകൊണ്ട് ഇവളും നല്ല സ്റ്റൈൽ ഉണ്ടായി. അപ്പൊ ഇയാൾ പറഞ്ഞു, ആ ഉപ്പാന്റെ മോനല്ലേ നമുക്ക് നീ എന്തെങ്ങനെ കൊരങ്ങനെ പോലെ? ഓൻ പറഞ്ഞു, അത് പിന്നെ ഓറോട് ചോദിച്ചോക്കണം. ഉടനെ കപ്പിത്താൻ ഈ സൗന്ദര്യമുള്ള പെണ്ണെ കണ്ടപ്പോ ചോദിച്ചു, നിന്റെ അടിമയാണെങ്കിൽ അടിമയെ വിൽക്കാൻ മുതലാളിക്ക് കഴിയുമല്ലോ? അതെ, നീ വിൽക്കുന്നോ? ആസുറ പറയും, സഹോദരൻ വെറുതെ പറയാ, ഞാൻ അടിമയൊന്നല്ല, ഞാൻ സ്വതന്ത്രയാണ്. അവൻ വെറുതെ പറയാൻ. സ്റ്റൈൽ കണ്ടപ്പോ ഇയാളെ നോക്കി. ഇയാൾ പറഞ്ഞു, പറ നീ വിൽക്കുന്നോ? അപ്പൊ ഇവനോർപ്പ എന്തായാലും ഇവിടെ കിട്ടൂല, പൈസ കിട്ടുന്ന കളയണ്ട. ഇവൻ പറഞ്ഞു, ഞാൻ വിൽക്കുന്നു. എന്ത് വേണം? 300. ഇവൻ അനങ്ങിയ 300. അവന്റെ പേരൻ അബ്ദുൽ 300 എന്നാണ്. അനങ്ങിയ 300 റുപ്യന്റെ ആളാണ്. കപ്പിത്താൻ 300 കൊടുത്ത് ഓനെ പറഞ്ഞു വിട്ട്. ഇവള് പറഞ്ഞു, അൽഹംദുലില്ലാ 300 ദീനാർ കൊടുത്തിട്ടാ ഞാൻ അവനെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ എനിക്ക് 300 ദീനാർ കൊടുത്തിട്ട് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി, ഞാൻ വരുന്നത്. അപ്പൊ പറഞ്ഞു, എങ്ങോട്ട് പോകാൻ? 300 ദീനാർ കൊടുത്ത് ഞാൻ വാങ്ങിയ അടിമ സ്ത്രീയല്ലേ നീ, കയറടി കപ്പലിൽ. ഇവള് പറഞ്ഞു, എന്തിന്? ഇപ്പൊ നീ എന്റെ അടിമയാണ്, എന്റെ ഇംഗിതത്തിന് വഴിപ്പെടേണ്ട ആവശ്യം നിനക്കുണ്ട്. അവളെ പറഞ്ഞു, പറ്റൂല, വല്ലാഹി നടക്കൂല. പിടിച്ചാണ്ട് വലിച്ച് കപ്പലെല്ലാം കണ്ട് കയറ്റിയിട്ട് ഒരു തള്ളങ്ങ് വെച്ചു കൊടുത്ത് ഇയാള് ആ റൂമിലേക്ക്. പാവ കട്ടിലിന്റെ മേലെ പോയിട്ട് വീണ്. ഓട്ടവും ചാട്ടവും അടിയും ക്ഷീണവും ഒരു പെണ്ണ് അനുഭവിക്കുന്നതിന് കണക്ക് വേണ്ടേ. ഈ പെട്ടിയും തലക്ക് വെച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി, ക്ഷീണം കൂടെ ഉറങ്ങിപ്പോയി. കപ്പിത്താൻ പുറത്തുനിന്ന് കുറച്ച് ലേശം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കണ്ടിട്ടില്ലേ, അങ്ങനെ തൊട്ടിട്ട് ഒരു തുള്ളി ഇബിലീസിന്, ബാക്കി ബെല്ലി ഇബിലീസ് അടിക്കുന്നൊരു പരിപാടിയില്ലേ, അതിൻ്റെ പേരെന്തേ? ആര് അറിയാല്ലേ? കള്ള് അല്ലേ? കള്ളൊക്കെ പോയി ഇപ്പം കുടി നിർത്തിയിട്ട് പൊടിയാക്കിയാണല്ലേ. ഓരോരുത്തർ കുടിയെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പം എന്തോന്ന് ബാന്തിയിട്ട് ഇടവെക്കലുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നിസ്കാരപ്പായി പോലെ മടക്കിയിട്ട് എന്താ പറയാ, യാ റഹ്മാനായ റബ്ബേ, മധുവിന്റെ പാക്കറ്റിൽ അത്ര ഇല്ലെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ അവനോട് സലാം പറഞ്ഞു നോക്കിയാ സലാം മടക്കില്ലാക്കാതെ അല്ല ഇറക്കാതെ അസ്സലാമു അലൈക്കും ഒരു ഓപ്പറേറ്റർ ഇങ്ങനെ തോണ്ടിയിട്ട് വെക്കുമ്പോ, ഒരു ഓപ്പറേറ്റർ ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമ്പോ, ഷംസു ഓനല്ലട്ടാ, ഓനാണെങ്കിലും അല്ല. ഒരുത്തങ്ങനെ വെക്കുമ്പോ ഞാൻ ചോദിച്ചു, ഇതെന്താ വെക്കുന്നു വെച്ച്. അപ്പൊ ഓൻ പറഞ്ഞു, ഇതാണ് ഉസ്താദെ, അലിഫ് കൊണ്ട് നാവിൽ മധു ചുരുട്ടിയോനെ, അലിഫ് കൊണ്ട് നാവിൽ മധു പുരട്ടിയോനെ എന്നുള്ളത് ഒരു അള്ളാഹിനെ കുറിച്ച് പറയുന്ന പാട്ടാണ്. ഓനെ നേർത്തിച്ച് മധു പുരട്ടിയോനെ എന്നാക്കി. അള്ളാഹു ഈ സമുദായത്തിന്റെ മക്കളെ കാത്ത് രക്ഷപ്പെടുത്തി തരട്ടെ. എന്നിട്ട് ഇപ്പം കുറച്ച് കള്ളെല്ലാം കുടിച്ചിട്ട് അകത്ത് കയറി നോക്കും, മാസം ഇങ്ങനെ കിടന്നുറങ്ങാണ് പാവം. ഇപ്പൊ ഞാൻ തലേൻ്റെ അടുത്ത് പോയിട്ട് അടിയിരുന്നു. സൗന്ദര്യമുള്ള ബീബി ആസുറാന്റെ തലഭാഗത്തിരുന്നിട്ട് മുടിയൊക്കെ ഒന്ന് പിടിച്ച് ശരിയാക്കി കൊടുക്കാൻ ആരോ തന്നെ തൊട്ടുവെന്ന് കണ്ടപ്പോ ആസുറ കണ്ണു തുറന്നു നോക്കുമ്പോ കപ്പിത്താനെ മുന്നിൽ കണ്ടപ്പോ പിന്നാലില്ല ചാടി എഴുന്നേറ്റു. എന്നിട്ട് മറുഭാഗത്തേക്ക് ചാടി. കപ്പിത്താൻ പറഞ്ഞു, ഏയ് എങ്ങോട്ട് പോണ്? കിടക്കടി അവിടെ. മധുരസമാതക ചൊടികളിൽ ചിരിവിരുന്നൊരു കീടുന്നൊരു പെണ്ണേ, മനസ്സിന്റെ മഞ്ചലിൽ ചേർന്നൊന്ന് പാടാൻ വരുന്നതെന്നു നീ പൊന്നേ. മധുരസമാതക ചൊടികളിൽ ചിരിവിരുന്നൊരു കീടുന്നൊരു പെണ്ണേ, മനസ്സിന്റെ മഞ്ചലിൽ ചേർന്നൊന്ന് പാടാൻ വരുന്നതെന്നു നീ പൊന്നേ. മനസ്സിലായിരം കുളിർ കോരും തങ്ക നിലവിന്നൊരുക്കിയ ബീബി, മധുവിലാടുവാൻ നീ വന്നിടുന്ന നിമിഷം ഏതെന്റെ പൂവി. മധുരസമാതക ചുടികളിൽ ചിരിവിരുന്നൊരു കീടുന്നൊരു പെണ്ണേ, മനസ്സിന്റെ മഞ്ചലിൽ ചേർന്നൊന്ന് പാടാൻ വരുന്നതെന്നു നീ പൊന്നേ. അവളോട് പറഞ്ഞു, കിടക്കടി അവിടെ. അവള് പറഞ്ഞു, വല്ലാഹി പടച്ച റബ്ബ് സാക്ഷി, നിങ്ങൾ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കിട്ടൂലാറ്. ദേഷ്യം പിടിച്ച കപ്പിത്തോർ അറ്റ അടി കൊടുത്ത് അടി കിട്ടിയവൻ കറങ്ങി അവൾ നിലത്തിരുന്ന് പോയി. അവിടെ വെച്ച് അവളെ പറഞ്ഞു, റബ്ബേ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനാണ്, ചെയ്യരുതേ എന്ന് നീ പറഞ്ഞ തെറ്റ്. എന്താ പറഞ്ഞേ? അടുക്കരുത് എന്നാ പറഞ്ഞ, ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, അടുക്കാൻ പാടില്ല. വ്യഭിചാരത്തിന്റെ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പാടില്ല. ചെയ്യല്ല എന്നല്ല റബ്ബ് പറഞ്ഞത്, അടുക്കാൻ പോലും പാടില്ല. അത്തരം വൃത്തികെട്ട സംഭവം അത്.
അങ്ങോട്ട് എടുക്കാൻ പോലും പാടില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനാണ് റബ്ബേ ഞാനിത് അനുഭവിക്കുന്നത്. എന്നിട്ടും എല്ലാവരും എന്നെ ഇങ്ങനെ വർദ്ധിക്കുമ്പോ എന്തേ പടച്ചോനെ നീ കാണണില്ലേ? ആ പൊട്ടിക്കരച്ചൽ അള്ളാഹു കാണുക മാത്രമല്ല ചെയ്ത കൂട്ടരെ, ഓൺ ദി സ്പോട്ടിൽ അള്ളാഹു പ്രതികരിച്ചു. അതിശക്തമായ ഒരു തിരമാല അങ്ങോട്ട് വന്നു. തമ്പുരാന്റെ ആജ്ഞ പോലെ ആ കപ്പൽ അങ്ങനെ എടുത്ത് അടിച്ചു കളഞ്ഞു. തിരമാല പർവ്വതം കണക്കെ പൊങ്ങി നിന്നു ഗുലുമാല. തമ്പുരാന്റെ ആജ്ഞ പോലെ വന്നു തിരമാല, പർവ്വതം കണക്കെ പൊങ്ങി നിന്നു ഗുലുമാല. പൊട്ടിപ്പൊളിഞ്ഞു കപ്പൽ കടലിലായി പതിച്ചു. പെട്ടെന്ന് എല്ലാം ജലം വന്ന് മറച്ചു. പെട്ടിയും തൂക്കി ആസുറായും മരം പിടിച്ചു. വേദനയാലെ കപ്പിത്താനും കര പിടിച്ചു. ഓടിയാകന്നിടുന്ന പിന്നെ അവനും ഓരമിൽ നീങ്ങി നീങ്ങിയിടുന്നു ബീബിയും. തമ്പുരാന്റെ ആജ്ഞ പോലെ വന്നു തിരമാല, പർവ്വതം കണക്കെ പൊങ്ങി നിന്നു ഗുലുമാല. അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു തിരമാല വന്നിട്ട് കപ്പലെടുത്ത് ഒരൊറ്റ അടിയടിച്ചു പാറക്ക് പൊട്ടിത്തകർന്ന് എല്ലാവരും വെള്ളത്തിൽ വീണു. എല്ലാവരും കരപിടിച്ച് കയറി. ആരെയും അള്ളാഹു കൊന്നില്ല. കപ്പിത്താനൊക്കെ ഒരു തിരിഞ്ഞു നോട്ടം നോക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ആ പെട്ടിയും നോക്കിയിട്ട് അങ്ങോട്ട് കയറി. എല്ലാവരും ഓടിക്കഴിഞ്ഞപ്പോൾ കടപ്പുറത്തൊരു കുറ്റിക്കാട്ടുപെട്ട് കുത്തിയിരുന്നു. ഈ പെട്ടിയും വെച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, റബ്ബേ അറിഞ്ഞോണ്ടൊരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ അറിഞ്ഞോണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ നട്ടലി അമ്മക്കുണ്ടാവില്ല. അവള് പറയാണ്, അറിഞ്ഞോണ്ട് തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, എന്നാലൊരു തെറ്റിപ്പോ ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു അറിഞ്ഞോണ്ട് തെറ്റ് ചെയ്യാൻ പോവാണ്. അത് വലിയ ചില തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു തെറ്റ് ഞാൻ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണം പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് ഡ്രസ്സ് അങ്ങോട്ട് അയച്ചു. ധരിച്ച വസ്ത്രം അഴിച്ച് പിഴിഞ്ഞിട്ട് അവിടെ വെച്ചു. മറ്റേതെടുത്ത് ധരിച്ചു. ധരിച്ചതൊക്കെ ആണുങ്ങളുടെ ഡ്രസ്സാണ്. ഒരു തുണി കൊടുത്ത് ഒരു കുപ്പായിട്ട് അതിൻ്റെ മേലെ വലിയൊരു കോട്ടിട്ട്, ഓവർ കോട്ടിട്ട്, ലൂസ് കോട്ട്, ലൂസേ പറ്റും. പിന്നെ ചെവിയടക്കം ഒരു തലിക്കെട്ടൊക്കെ കെട്ടി ഈ പെട്ടി എടുത്തിട്ട് അടിപൊളിയായിട്ടൊരു നടത്തണ്ടാണ്. പിന്നെ ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നു, എന്ത് സ്റ്റൈലുള്ള ചെക്ക ഇവനെ പോലത്തെ, എന്ത് രസക. നീ എണീച്ച സ്റ്റൈൽ പറഞ്ഞ നീ എഴുന്നേറ്റ്. അപ്പോ ഇങ്ങനെ പോയി അവസാനം യമൻ എന്ന് പറയുന്ന നാടിന്റെ പ്രാന്തപ്രദേശമാണ് കടപ്പുറം ഭാഗമാണത്. അവിടെ കടപ്പുറത്ത് ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ട്. ആ പള്ളിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ഉസ്താവൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യനങ്ങ് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് എഴുന്നേറ്റ് ആ തേജസ്സുള്ള രൂപം കണ്ടിട്ട് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഇവിടെ നിന്ന് കണ്ട് പരിചയമില്ലല്ലോ, എവിടെന്നാ വരുന്നതെന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ഒരാളാണ്, ഖുർആനും ഹദീസൊക്കെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. സത്യകലാമും പുണ്യ ഹദീസും ഓതി വരുന്നവൻ ഞാൻ, മുത്ത് ഹബീബിൻ പാതയിലായി നീങ്ങി വരുന്നവൻ ഞാൻ, ഇന്ന് നീങ്ങി വരുന്നവൻ ഞാൻ. സത്യകലാമും പുണ്യ ഹദീസും ഓതി വരുന്നവൻ ഞാൻ, മുത്ത് ഹബീബിൻ പാതയിലായി നീങ്ങി വരുന്നവൻ ഞാൻ, ഇന്ന് നീങ്ങി വരുന്നവൻ ഞാൻ. വൈദ്യമതൊക്കെ പഠിച്ചിട്ടുണ്ട്, വേണ്ടത് പോൽ ചെയ്യാൻ തുണയുണ്ട്. വൈദ്യമതൊക്കെ പഠിച്ചിട്ടുണ്ട്, വേണ്ടത് പോൽ ചെയ്യാൻ തുണയുണ്ട്. അവൻ തന്നുടെ തൗഫീഖാലെ ചെയ്തിടുവാൻ വിധിയെ എന്നിൽ ഏകിയവൻ അഹദേ. സത്യകലാമും പുണ്യ ഹദീസും ഓതി വരുന്നവൻ ഞാൻ, മുത്ത് ഹബീബിൻ പാതയിലായി നീങ്ങി വരുന്നവൻ ഞാൻ, ഇന്ന് നീങ്ങി വരുന്നവൻ ഞാൻ. അതെ, ഞാൻ ഖുർആനും ഹദീസൊക്കെ കുറച്ച് പഠിച്ച ഒരാളാണ്. ചെറിയ രൂപത്തിൽ ചികിത്സയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ആ ഉസ്താദ് പറഞ്ഞ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. ഈ കടപ്പുറത്ത് ഞങ്ങളാകെ കുടുങ്ങിയിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ചികിത്സിക്കണമെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടക്കണം. നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെങ്കിൽ കടപ്പുറത്ത് കുറച്ചു കാലം ജീവിച്ചാൽ ഇവിടുത്തെ രോഗികൾക്ക് ഒരു ആശ്വാസമാകും.
അപ്പോൾ പറഞ്ഞു ഞാൻ പോയടത്തൊക്കെ കുറച്ച് കാലം നിൽക്കലുണ്ട്, ഇവിടെയും വേണം കുറച്ച് ദിവസം നിൽക്കാറുണ്ട്. അപ്പോൾ ഉസ്താദ് ചോദിച്ചു നിങ്ങളെ പേരെന്താണ്? പേര് ഹക്കീം സാഹിബ് എന്നാണ്. ആയതുകൊണ്ട് പേര് ഹക്കീം സാഹിബ്. ഹക്കീം സാഹിബ് എന്ന പള്ളിയിൽ സൗകര്യാക്കല്ലേ ചികിത്സ ഒക്കെ വന്നാൽ ഇടങ്ങാറായി പോകും പള്ളിയിലാവുമ്പോൾ. ഇതെന്നെ വെണ്ണാണ് അന്ത വെണ്ണ് കാണാ, ഇതെന്നെ പള്ളിയിൽ കയറിയ ഉൽമാലവും. അപ്പൊ പള്ളിന്റെ പുറത്തൊരു ചെറിയ റൂമൊക്കെ സൗകര്യമാക്കി കൊടുത്തു. ഹക്കീം സാഹിബ് അതിൻ്റെ അകത്ത് കൂടി. ഉസ്താദ് തന്നെ വരുന്നവരോടൊക്കെ പറഞ്ഞു ആള് മോശമൊന്നുമല്ല, നല്ല ചികിത്സയാണ് നോക്കിക്കോറ്. ജനങ്ങൾ അടിച്ച് കയറാൻ തുടങ്ങി. എന്താ അവിടുത്തെ ചികിത്സ? മരുന്നും മന്ത്രം